കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. और मैं यहाँ पर सेवा करने वाला परमेश्वर का दास परिवार, जितने सारे सेवक गणों और जितने सारे भाई बहनों और परमेश्वर की उपस्थिति में है, आप सभी को सबसे पहले मेरा प्रेमी नमस्कार देता हूँ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ പ്രിയദാസൻ മഞ്ചേഷ് ഇവിടെയുണ്ട്. ചില മണിക്കൂറുകൾക്കകം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോകും. പ്രിയ കർത്തദാസനെ ഓർത്തും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. पिछले दिनों में हमारे मध्य में आकर सेवा किया हो परमेश्वर का दास पास्टर मंजेश, वो भी यहाँ पर है. कुछ मिनट के बाद, कुछ समय के बाद यहाँ से वो केरला की ओर रवाना हो जाएगा. उसके लिए भी धन्यवाद करता हूँ. പ്രിയ കർത്താവിൻ്റെ ദാസനെ കാണുവാൻ, പരിചയപ്പെടുവാൻ, ആ സമയം മുതൽ കുടുംബമായി ഒരു സ്നേഹബന്ധം പുലർത്തുവാൻ, കുടുംബത്തിൻ്റെ സൗഹൃദം ഇരു കുടുംബങ്ങളും തമ്മിൽ പങ്കിടുവാൻ ദൈവം നൽകിയിട്ടുള്ള നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. प्रभु का दास के साथ जब से हमारा मुलाकात हो गया तब से लेकर आपस में संपर्क में रहने के लिए, साथ में मिलकर रहने के लिए सब परमेश्वर ने अवसर दिया. अभी भी मैं वो याद करता हूँ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസമാണെന്ന്. मैं आज ये समझता हूँ यहाँ का उपवास प्रार्थना का 18वीं रात्रि है. 18 ദിവസമായി കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. पिछले 18 दिवस से परमेश्वर का विशेष उपस्थिति को हमारे मध्य में महसूस कर रहा था. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? प्रभु यीशु मसीह का उपस्थिति को अनुभव किया हुआ कितना प्रभु का लोग यहाँ पर है. പ്രൈസ് ദി ലോർഡ്. हालेलुया. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ യേശുവിൻ്റെ ശബ്ദം കേട്ടു. क्योंकि परमेश्वर की उपस्थिति को जो महसूस किया, परमेश्वर की आवाज सुनता है. വിശ്വാസത്താൽ യേശുവിനെ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. और विश्वास के साथ प्रभु यीशु मसीह के साथ और उसका मुलाकात होता है. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിഞ്ഞു. प्रभु यीशु मसीह के द्वारा जो भी आशीष है वो प्राप्त करता है. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ് എൻ്റെ മുൻപിൽ ഉള്ളത് എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. मैं ये समझता पिछले दिनों में प्रभु के बस्ती में आशीष पाया हुआ लोग मेरे सामने बैठे हैं. ഈ യോഗങ്ങൾ ഇവിടെയുള്ള സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. और ये मीटिंग एक कलीसिया के लिए आशीर्वाद है. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് ഇത് അനുഗ്രഹമാണ്. आपका एक एक परिवार के लिए आशीर्वाद है. വ്യക്തിപരമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ യോഗം വലിയൊരു അനുഗ്രഹമാണ്. व्यक्तिगत जीवन में आप सभी के लिए ये मीटिंग हम हो रहे मीटिंग आशीष है. യോഗം തുടങ്ങിയ ദിവസം മുതൽ തന്നെ അനുഗ്രഹം ദൈവം നിങ്ങളിലേക്ക് പകരുവാൻ തുടങ്ങിയിട്ടുണ്ട്. क्योंकि जब से मीटिंग शुरू हो गया तब से लेकर परमेश्वर की उपस्थिति और आशीष आपके जीवन में परमेश्वर देना शुरू किया. വിശ്വാസത്താൽ അനുഗ്രഹം എന്റേതെന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. क्योंकि ये विश्वास के साथ ये आशीष मेरा है करके अपनाने के लिए आज रात्रि हम तैयार हो जाए. നിരന്തരമായി പ്രാർത്ഥിക്കുമെങ്കിലും പ്രാർത്ഥനയുടെ മറുപടി വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. क्योंकि निरंतर हम प्रार्थना तो करता है, विश्वास के साथ उसका जो जवाब है, उत्तर है, हम पाने के लिए तैयार नहीं होता है. ആദിമസഭയിൽ ഒരു കൂട്ടം ആളുകൾ അടച്ച മുറിക്കുള്ളിൽ ഒരു രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. और पहला सदी का जो कलीसिया में लोग एक बंद वाला कमरे में प्रार्थना कर रहा था. അവരുടെ പ്രാർത്ഥനാ വിഷയം ഇതാണ്. उसका प्रार्थना का विषय यही था. പല വിശുദ്ധന്മാരെയും ശത്രുക്കൾ കൊന്നുകളഞ്ഞു. और कई सारे संतों को और दुश्मन मार डाला गया है. ദൈവത്തിന്റെ സഭ വലിയ പീഡയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. परमेश्वर की कलीसिया जो सताव के अवस्था में गुजर रहा था. ദൈവം അവർക്ക് ഒരു ആത്മീയ നേതൃത്വത്തിനായി നൽകിയിരുന്ന പത്രോസ് എന്ന ഭക്തനെ ജയിലറയ്ക്കുള്ളിൽ പിടിച്ചിട്ടിരിക്കുന്നു. क्योंकि परमेश्वर का जो आज्ञावान है, जो पत्रोस है, उसको भी जेल खाने में बंद किया है. അടുത്ത പ്രഭാതത്തിൽ പത്രോസിനെ കൊല്ലും. अगला जो सुबह का समय में दिन में पत्रोस को मार डाला जाएगा. കൂടി വന്ന ജനം വളരെ വേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പത്രോസ് കൊല ചെയ്യപ്പെടരുത്, പത്രോസിനെ അവിടെ ഒന്ന് വിടുവിച്ചയക്കണമേ എന്ന്. और जो लोग इकट्ठे होकर प्रार्थना कर रहा है, हे परमेश्वर, पत्रोस को मारना ना डाले, उसको बचाया जाए. അന്നത്തെ അവരുടെ പ്രാർത്ഥനയുടെ ഏക വിഷയം, ശ്രദ്ധേയമായ വിഷയം പത്രോസിന്റെ വിടുതലായിരുന്നു. क्योंकि उस दिन का
उनका खास विषय ये था पत्रोस का छुटकारा। അവർ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. वो दिल खोल कर परमेश्वर के मसीह में प्रार्थना कर കൂടി रहा വന്ന था। ജനം ഒരുമിച്ച് ആത്മാവിന്റെ ഐക്യതയിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. और जो लोग इकट्ठे हुए थे आत्मा का एकता के साथ वो प्रार्थना कर रहा था। ദൈവമേ, സഭ വലിയ പീഡയെ നേരിടുന്നു. ओए परमेश्वर कलीसिया बहुत पीड़ा को सहन कर रहा है। പത്രോസ് എന്ന ഭക്തനെ അവർ കൊല്ലുവാൻ പോകുന്നു. और पत्रोस परमेश्वर का दास उसको मार डालने के लिए कोशिश कर കർത്താവേ, रहे हैं। നീ പത്രോസിനെ വിടുവിക്കണം. परमेश्वर आप पत्रोस को छुड़ाए, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. दुश्मन का हाथों से छुड़ाए, മരണത്തിൽ നിന്ന് വിടുവിക്കണം. मृत्यु से छुड़ाए, വരുവാനുള്ള ദോഷത്തിൽ നിന്ന് വിടുവിക്കണം. आने वाला दोष से छुड़ाए। പത്രോസിന്റെ വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. क्योंकि पत्रोस का छुटकारे के लिए कलीसिया एक मन के साथ और प्रार्थना कर रहा था। എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ सब लोग प्रार्थना करते समय में രാത്രിയുടെ ഒരു യാമത്തിൽ और रात्रि का समय में അവർ പ്രാർത്ഥിക്കുന്ന മുറിയുടെ വാതിൽക്കൽ ആരോ മുട്ടി. और प्रार्थना करने वाला जो लोग जो बंद वाला कमरे हैं उस कमरे के दरवाजे में कोई खटखटा रहा था। സ്വാഭാവിക ബുദ്ധി അനുസരിച്ച് അവർ എല്ലാവരും ഭയവിഹ്വലരായി. और स्वाभाविक तौर से वो सब डर मार कर बैठे हैं। പത്രോസിനെ പിടിച്ചുകൊണ്ടുപോയ ആളുകളോ അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ആളുകളോ ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരെ കൂടെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നതാണെന്ന് അവർ ഭയപ്പെട്ടു. क्योंकि जब दरवाजे पर खटखटा रहा था लोगों ने क्या सोचा, पत्रोस को पकड़कर लेकर गया हुआ लोग हमें भी पकड़ने के लिए द्वार पर खटखटा रहा അവിടെ है। ഇരുന്ന പ്രമുഖരാരും പോയി വാതിൽ തുറന്നില്ല. कोई भी जाकर दरवाजा खोलने के लिए तैयार नहीं था പുരുഷന്മാരും വാതിലിനടുത്തേക്ക് പോയില്ല. और कोई भी पुरुष दरवाजा खोलने के लिए नहीं गया। കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്നു. और जो वहां पर बैठी हुई एक छोटी सी लड़की जाकर दरवाजा खोला അവൾ ചോദിച്ചു, ആരാണ് പുറത്ത്? और वो पूछने लगी कौन बाहर खड़े हैं। പുറത്തു നിന്നുള്ള ശബ്ദം, और बाहर से आवाज आया, ഞാൻ मैं പത്രോസാണ്. हूं, मैं पत्रोस हूं। പത്രോസ് വാതിൽക്കൽ നിൽക്കുകയാണ്. पत्रोस द्वार पर खड़े हैं। പത്രോസിന്റെ ശബ്ദം കേട്ട പെൺകുട്ടി ആവേശഭരിതയായി. और पत्रोस का आवाज सुनकर खुशी से ये लड़की भर गई। പ്രാർത്ഥന ദൈവം കേട്ടു. प्रार्थना परमेश्वर ने सुना പത്രോസിനെ ദൈവം വിടുവിച്ചയച്ചു. और पत्रोस को परमेश्वर ने जेल खाने से रिहा कर दिया। അവൾ ഓടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളോട് പറഞ്ഞു, പത്രോസ് വിടുവിക്കപ്പെട്ടു, അതാ വാതിൽക്കൽ നിൽക്കുന്നു. और वो जाकर सबको बोलने लगा, पत्रोस पास्टर को परमेश्वर ने छुड़ाया, हमारे मध्य में आकर खड़े हैं। പക്ഷെ അവിടെ ഇരുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. वो लोग विश्वास कर नहीं पाए, पत्रोस हमारा और द्वार पर खड़ा है। ഏക മനസ്സോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചത് പത്രോസിന്റെ വിടുതലിന് വേണ്ടിയാണ്. പക്ഷേ പത്രോസ് വാതിൽക്കൽ വന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. और पत्रोस एक मन के साथ लोग प्रार्थना किसके लिए कर रहा था? पत्रोस का छुटकारे के लिए। मगर पत्रोस आकर खड़े रहता है, उन पर वो लोग विश्वास कर नहीं पाए। അകത്തിരുന്ന ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, और वो लोग इसी प्रकार कहा, നിനക്ക് തെറ്റുപറ്റി, आपको कुछ गलती हो गया നിനക്ക് होगा ആള് മാറി. और आप दूसरा किसी का दूसरा कोई आया അവൾ होगा। പറയുക, അയ്യോ പത്രോസ് തന്നെയാണ്, ആ ശബ്ദം തന്നെയാണ്, എനിക്ക് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിയാമല്ലോ. उसने कहा मुझे पत्रोस का आवाज मालूम है, पत्रोस ही खड़ा है। അപ്പൊ അകത്തിരുന്ന ആളുകളുടെ മറുപടി, और अंदर बैठे हुए लोगों का जवाब है क्या है? എന്നാൽ അത് പത്രോസിന്റെ ദൂതനാണ്. वो पत्रोस का दूत आया होगा। ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതാണ്, मैंने इसमें से एक बात मुझे समझ में आता है। വെളുപ്പിനെ കൊല ചെയ്യപ്പെടേണ്ട പത്രോസിനെ അവർ നേരത്തെ കൊന്നു. और जो सुबह जो मार डालने वाला जो पत्रोस को उससे पहले वो लोग जेल वाला मार डाला होगा। പത്രോസിന്റെ ആത്മാവ്, പത്രോസിന്റെ ദൂതൻ അവർ പറയുന്നു, അതാണ് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നത്. वे लोग इसी प्रकार कहता होगा, पत्रोस की आत्मा या दूध आकर बाहर खड़े हैं। 18 ദിവസമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പ്രാർത്ഥനാ മുറിയുടെ വാതിൽക്കലുണ്ട്. और 18 दिवस से प्रार्थना करने वाले मेरे प्यारे भाइयों बहनों, आपका प्रार्थना का जवाब आपका द्वार पर खड़ा है। കൂടി വന്ന് പ്രാർത്ഥിച്ചതായ ജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടി 1 ഇഞ്ച് ഘനമുള്ള പലകയുടെ പുറത്തുണ്ട്, വാതിലിന് പുറത്തുണ്ട്.
और आपस में इकट्ठे होकर प्रार्थना किया हुआ लोगों का जवाब है द्वार पर 1 इंच वाला जो पाटियां है दरवाजा उसका बाहर खड़े हैं। നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പ്രാർത്ഥനാ മുറിക്ക് തൊട്ട് പുറത്ത് നിൽക്കുന്നു. आपका प्रार्थना का जवाब बिल्कुल बाजू में खड़े हैं। വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. दरवाजा बंद है। ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കുന്ന ദുഷ്ടപിശാചിന്റെ ഒരു തന്ത്രമുണ്ട്. और अविश्वासियों का हृदय को अंधा बनाने वाला और एक शैतान का युक्ति है। നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാതെ ദൈവത്തിന്റെ മറുപടി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്തെന്ന് കാണാതെ നിന്നെ അന്ധകാരമായി ഇരുട്ടുമൂടിയ അവസ്ഥയിൽ ആക്കിയിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ ഒരു തന്ത്രമുണ്ട്. शैतान का एक युक्ति है हमारे हृदय को प्रकाशन ना करे। प्रकाशन करने से परमेश्वर के जो जवाब को हालिया हम जरूर देखेगा, इसलिए हमारे हृदय को अंधा करे। നിന്റെ പ്രാർത്ഥനാ മുറിയുടെ വാതിക്കൽ നിന്റെ മറുപടി. आपका प्रार्थना का कमरे का बाहर आपका जवाब है। ഒരൊറ്റ കാര്യം നീ ചെയ്യണം. केवल एक ही काम करना है, ആ വാതിലൊന്ന് തുറക്കണം. वो द्वार आप खोलना है। വിശ്വാസത്താൽ ആ വാതിലൊന്ന് തുറക്കണം. विश्वास के साथ द्वार खोलना है। അയ്യോ, പ്രാർത്ഥിക്കുന്നെങ്കിലും വിശ്വാസത്താൽ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. क्योंकि प्रार्थना तो करते हैं, विश्वास के साथ उस द्वार तो खोल नहीं पाते हैं। പ്രാർത്ഥനയുടെ മറുപടി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. प्रार्थना का जवाब अपनाना नहीं पड़ता है। പ്രാർത്ഥനയുടെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. प्रार्थना का जवाब पा नहीं पाते हैं। ദൈവം മറുപടി അയക്കാഞ്ഞല്ല, परमेश्वर तो जवाब तो भेज दिया है, ദൈവം ഉത്തരം നൽകാത്തത് കൊണ്ടല്ല, और परमेश्वर ने जवाब तो और दिया तो है। ദൈവം കാരാഗ്രഹത്തിന്റെ ചങ്ങലകളെ തകർക്കാത്തത് കൊണ്ടല്ല, परमेश्वर जेल खाने के जंजीर को हालिया तोड़ा तो था, ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും തകർക്കാത്തത് കൊണ്ടല്ല, और वहां का जो जंजीर हो और तांबा वाला जो और द्वार हो कड़ी हो सब परमेश्वर ने खोला था। അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരുടെ കണ്ണുകളെ അന്ധമാക്കാത്തത് കൊണ്ടല്ല, और वहां का जो लोग खड़े हैं उसका जो दरोगा लोग हैं उसका जो और आंखों को परमेश्वर ने तो अंधा तो किया है। പത്രോസ് കിടന്നതായ ആ കാരാഗ്രഹമുറിയുടെ വാതിലുകളെ ദൈവം തുറന്നു കൊടുത്തു. परमेश्वर ने जो कैदी लोग पड़े रहता है, पत्रोस पड़े रहे थे, उस द्वार को परमेश्वर ने खोल के दिया। പത്രോസിന്റെ കൈകളിലെ ചങ്ങലയും അവന്റെ കാലുകളെ ബന്ധിച്ചിരുന്ന ആമവും അഴിഞ്ഞു വീണു. और पत्रोस का हाथों में जो साकल थे, हाँ पैरों में जो थे, वो सब अपने आप खुल गए। നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ, ചില ചങ്ങലകൾ ഈ ദിവസങ്ങളിൽ അഴിഞ്ഞു വീഴുവാൻ പോകുകയാണ്. क्योंकि आपको बांधा हुआ कुछ बंधनों इन दिनों में आले परमेश्वर खोल देगा। നിന്റെ കാലുകളെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു വീഴുവാൻ പോകുകയാണ്. आपका पैरों को बांधा हुआ कुछ बंधन आज रात्रि परमेश्वर तोड़ेगा। അയ്യോ, ആ കാരാഗ്രഹത്തിന്റെ വാതിൽ താനേ തുറന്നു. यहाँ पर हम देखते हैं अपने आप वो लोग कैदी लोग पड़े रहने वाला जो कमरे हैं उसका दरवाजा परमेश्वर ने खोल ഒരു दिया। മനുഷ്യനും തുറന്നതല്ല, ദൈവം തന്റെ ദൂതനെ അയച്ച് കാരാഗ്രഹത്തിന്റെ വാതിലിനെ തുറന്നു. और किसी मनुष्य ने खोला नहीं है, परमेश्वर अपना दूत को भेजकर उस द्वार को खोल दिया। അതിന്റെ വാതിക്കൽ കാവൽ നിന്ന കാവൽക്കാർ അവരുടെ കണ്ണുകളെ അന്ധമാക്കി അവർക്ക് തിരിച്ചറിവ് നൽകാതെ അവരെ വെറും തൂണുകളെ പോലെ ദൈവം അവിടെ നിർത്തി. और वहां पर जो दरागा लोग जो खड़े हैं वो अपने आप क्या है उसको परमेश्वर ने अंधा कर दिया, उसको मालूम भी नहीं पड़ा, ये लोग बाहर निकले हैं। നിനക്ക് കാവൽ നിൽക്കുന്ന നിന്റെ ശത്രുവിന്റെ കണ്ണുകളെ ദൈവം അന്ധമാക്കുവാൻ പോകുകയാണ്. आपका जो चारों तरफ घेर के रखने वाला शैतान की जो हाली आंखों को परमेश्वर अंधा बनाएगा, അവന്റെ ബുദ്ധിയെ ദൈവം അബലമാക്കുവാൻ क्योंकि പോകുകയാണ്. उसका बुद्धि को परमेश्वर निर्बुद्धि करेगा। അവന്റെ കണ്ണുകളെ ദൈവം അടച്ചു കളയുവാൻ उसका പോകുകയാണ്. आंखों में परमेश्वर पट्टी बांधेगा। അവൻ ഒന്നും ചെയ്യാൻ കഴിയാതെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുവാൻ പോകുകയാണ്. क्योंकि वहां पर वो कुछ भी कर नहीं पाते, उस अवस्था में वो लोग खड़े रहेगा। ദൈവം നിന്റെ ചങ്ങലകളെ അഴിച്ച് परमेश्वर ने अपने बंधन को खोला। നീ കിടന്ന കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് आप जहां पड़े थे उस द्वार को परमेश्वर ने खोल के दिया। നീ പുറത്തു വന്നാലും അത് തിരിച്ചറിയാൻ കഴിയാതെ അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. और तुम आली बाहर आए फिर भी उन लोगों को समझ में नहीं आया। ദൈവദൂതൻ വീണ്ടും അവനെ കൊണ്ടുപോയി. परमेश्वर का दूत फिर से उनको लेकर गया। കാരാഗ്രഹത്തിന്റെ ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും തകർത്തു.
और जो जेल खाने का हर प्रकार का जो बंधन को परमेश्वर ने तोड़ दिया, ദൈവത്തിന്റെ ദൂതൻ അവനെ പുറത്തു കൊണ്ടുവന്നു. परमेश्वर का स्वर्गदूत उसको बाहर लाया. എത്ര അത്ഭുതകരമായ വിടുതൽ! कितना अद्भुत चमत्कार है. അതിനുവേണ്ടിയാണ് ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിച്ചത്. और वही लोग प्रार्थना किया പക്ഷെ है. മറുപടി വാതിൽക്ക വന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. लेकिन उनका जवाब तो बाहर आया, द्वार पर आया, फिर भी विश्वास कर नहीं पाया. 18 ദിവസമായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ദൈവം തന്നിരിക്കുകയാണ്. ചില ബന്ധനങ്ങളെ ദൈവം അഴിച്ചിരിക്കുകയാണ്. ചില അടഞ്ഞ വാതിലുകളെ ദൈവം തുറന്നിരിക്കുകയാണ്. നിന്റെ ശത്രുവിനെ ദൈവം അബലമാക്കിയിരിക്കുകയാണ്. വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കാൻ കഴിയട്ടെ. और 18 दिन से प्रार्थना करने वाला आपका प्रार्थना का उत्तर द्वार पर आ गया है. आपका बंधनों को परमेश्वर ने खोल दिया है. आपका तकलीफ को परमेश्वर ने दूर किया है. विश्वास के साथ अपना लिया जाए. हालेलुया, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. പാവപ്പെട്ട ഒരു ദൈവദാസിയുടെ ജീവിതത്തിൽ और एक साधारण एक और परमेश्वर का दासी का जीवन में സമാനമായ ഒരു സംഭവം നടന്നു. एक समान जो संभव घटना घटी. ഒരു ഭവനത്തിൽ നിന്ന് അവർ ഒറ്റയ്ക്ക് ചെറുപ്പക്കാരിയായ പെൺകുട്ടി വിശ്വാസത്തിലേക്ക് വന്നു. और उनका घर से और गरीब परिवार से विश्वास में आई. അവൾ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിന്നു. और विश्वास का जीवन में वो और खड़ी रही थी. അവളുടെ വീട്ടുകാർ മുഴുവൻ അവൾക്കെതിരായി. और उनका परिवार का लोग सब उनका विरोध हो गया. അവൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. वो बपतिस्मा लेने के लिए निर्णय लिया. കേരളത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കായലും കടലും ഉള്ളതായ ഒരു ഗ്രാമം തൃക്കുന്നപ്പുഴ, ആ നാട്ടിലാണ് അവർ ജനിച്ച് വളർത്തപ്പെട്ടത്. और केरला का जो पश्चिम दिशा में और एक जगह पर उसका जन्म हुआ है. അവിടെയാണ് അവർ ജീവിച്ചത്. वहां पर वो बड़ी हो गई. അവിടെ വെച്ച് തന്നെയാണ് അവർ വിശ്വാസത്തിലേക്ക് വന്നത്. और वहां से यीशु मसीह को ग्रहण किया. അവർ സ്നാനപ്പെടാൻ वो തീരുമാനിച്ചു. बपतिस्मा लेने के लिए तैयार हो गया. സ്നാനത്തിനായി ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഒരുമിച്ച് ഒരു കണ്ടത്തിന്റെ ഒരു വരമ്പിൽ കൂടെ ഒരാൾക്കേ പോകാൻ പറ്റത്തുള്ളൂ. ക്യൂവായി അവർ നടന്നു പോയി സ്നാനം കഴിഞ്ഞ് അതുപോലെ അതേ വരമ്പിൽ കൂടെ തിരിച്ചു വന്നു. और बपतिस्मा के लिए ऐसे खेत हैं, खेत का बीच में से छोटा सा रास्ता है, उसमें से वो लोग जाता था. और जैसे बंद जो बोलता है उसमें से वापस जब बपतिस्मा के बाद वो आते थे. കുടുംബത്തിന് അപമാനം വരുത്തിയ ആ ചെറുപ്പക്കാരിയെ കൊന്നുകളയുവാൻ അവരുടെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ തീരുമാനിച്ചു. और उस परिवार के लिए वो अपमान का कारण बना. इसलिए उनका मामा उसको मार डालने के लिए कोशिश किया. വരുന്ന വഴിയിൽ വെച്ച് തന്നെ വെട്ടിക്കൊല്ലുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. उस मामा का लक्ष्य ये था वापस आने के रास्ते में उसको मार डाला जाए. മൂർച്ച കൂട്ടിയ ഒരു കത്തിയുമായി ഒരു തെങ്ങിന്റെ മറവിൽ അദ്ദേഹം ഒളിച്ചു നിന്നു. और बहुत बड़ा एक द्वार वाला जो चूरा लेकर वो एक नारियल का पेड़ के पीछे वो चिपके रहा था. നടന്നു പോകുന്ന ഓരോരുത്തരെയും ആ മറവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ശ്രദ്ധയോടെ വീക്ഷിച്ചു. और जो सब वहां से जाने वाला लोगों को क्या है ध्यानपूर्वक देखने लगा. സ്വന്തം പെങ്ങളുടെ മകളാണ്. और പെങ്ങൾ उसका बहन का जो बेटा है, നന്നായി കണ്ടാൽ बेटी അറിയാം. है, കണ്ടാൽ നന്നായിട്ട് അറിയാം. और उसको देखने से मालूम पड़ता അവൾ है. അടുത്തു വന്നാലുടൻ ആ കൂട്ടത്തിൽ അവളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവളുടെ കഴുത്തു വെട്ടുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. उनका लक्ष्य ये है वहां से जब लोग वापस आ रहे हैं उसके बीच में से क्या है उनको अकेला और उसको मार डाला ആ जाए. ദൈവമക്കൾ എല്ലാവരും ഒന്നിനു പിറകെ ഒന്നായി അതുവഴി കടന്നുപോയി. क्योंकि परमेश्वर के लोग एक के पीछे एक करके जिस प्रकार जो उस बपतिस्मा के बाद जा रहा था, അവസാനത്തെ ആളും കടന്നുപോയി. आखिरी व्यक्ति भी वहां से निकल गए. ആ മനുഷ്യൻ അനന്തരം അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. क्योंकि ये इनका मामा वहां पर ढूंढ रहा था, ये लड़की को नहीं पाया. അയാൾ ഉറക്കെ അലറി, ओ जोर से चिल्लाने लगा, भाई അവൾ എവിടെ, वो वहां है, कहाँ है, അവൾ എവിടെ? वो कहाँ है, എന്തിനാ ചോദിച്ചത്? അവളെ जो വെട്ടാൻ पूछ നിന്നു. रहा है. അവളെ വെട്ടിക്കൊല്ലാൻ.
क्योंकि उसको मार डालने के മൂർച്ച लिए കൂട്ടിയ കത്തിയുമായി നിന്നതാണ്. और दार वाला अच्छा चूरा लेकर खड़ा है, പക്ഷെ ദൈവം ആ മനുഷ്യന്റെ കണ്ണുകളെ ബന്ധിച്ചു. क्योंकि परमेश्वर ने उसका आंखों में पट्टी बांधा, അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. उसको और समझ में नहीं पाया कौन है क्या है. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഭക്തയായ ആ ചെറുപ്പക്കാരുടെ ജീവനെ എന്റെ ദൈവം രക്ഷിച്ചു. क्योंकि प्रभु के लिए अपना जीवन समर्पण किया हुआ ये जवान लड़की को परमेश्वर ने उनके जीवन को बचाया. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലരുടെ കണ്ണുകളെ ദൈവം ബന്ധിക്കും, കണ്ണുകളെ അടച്ചു കളയും. ഇന്ന് രാത്രി നീ അത് തിരിച്ചറിയണം. और कुछ लोगों को परमेश्वर प्रभु के लोगों को बचाने के लिए कुछ लोगों का आंखों पे परमेश्वर पट्टी बांधेगा. कारण क्या है? आपको बचाए जाए. നിനക്ക് ശത്രുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല, क्योंकि आपको दुश्मन नहीं है അവർ നിങ്ങളുടെ നാശം ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, वो आपका नाश को नहीं चाहते इसलिए नहीं, നിങ്ങളെ നശിപ്പിക്കാനുള്ള പദ്ധതി ഇടാത്തത് കൊണ്ടല്ല, और उनको आपको नाश करने के लिए उनके पास योजना नहीं इसलिए नहीं, ഇതെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും क्योंकि सब कुछ वो तैयार करके रखा, അവരുടെ കണ്ണുകളെ ബന്ധിച്ച് उनका आंखों में पट्टी बांधकर നിന്നെ രക്ഷിക്കേണ്ട സമയത്ത് और उनको आपको बचाने का समय में നമ്മെ വിടുവിച്ചു രക്ഷിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ജീവനുള്ള ദൈവം. हम सेवा करने वाला हमारा प्रभु। परमेश्वर जीविता परमेश्वर है. हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി തിരിച്ചറിയുക, आज रात्रि हम पहचान पाए, നടക്കില്ല എന്ന് നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞാലും, आपका मन कहता है ये कुछ नहीं होगा करके, കഴിഞ്ഞകാല അനുഭവങ്ങളിൽ അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് നിന്റെ ബുദ്ധി നിന്നോട് പറഞ്ഞാലും, आपका बुद्धि बोलेगा पिछले समय का अनुभव के साथ बोलेगा ये कुछ होने वाला नहीं, സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന് നിന്നോട് ആര് പറഞ്ഞാലും, और परिस्थिति आपके अनुकूल में नहीं है, आपके पक्ष में नहीं है करके कोई भी बोले, നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം നിന്നോടൊപ്പമുണ്ട്. आपके लिए अद्भुत करने वाले परमेश्वर आपके साथ है. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ. സാന്നിധ്യമാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. उस परमेश्वर के बस्ती में हम बैठे हैं. ആ ദൈവ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടെന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? कितने लोग परमेश्वर की उपस्थिति मेरे साथ है करके पहचानता है. അത് हालेलुया. അനുഭവിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? हाथ उठाकर परमेश्वर की महिमा करे. हालेलुया. हालेलुया हालेलुया ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. परमेश्वर की उपस्थिति आपके साथ है. തൃക്കുന്നപ്പുഴ അന്നമ്മ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഏകദേശം 90 വയസ്സുവരെ ജീവിച്ചിരുന്ന് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു. ये जवान लड़की जिसको मार डालने के लिए कोशिश किया हुआ, जो लड़की नाम है अन्नमा, वो क्या है? जवान लड़की थी. 90 साल तक जिंदा रहकर प्रभु के लिए खड़ी रहने के लिए परमेश्वर ने कृपा किया. कोई भी उसको कोई दोष किया नहीं. हालेलुया. ഹല്ലേലൂയ. അവിവാഹിതയായി അത്രയും വർഷം ക്രിസ്തുവിന്റെ സേവയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ആളുകളോട് ദൈവവചനം പറയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ധന്യയായ ഒരു മഹതിയായിരുന്നു ആ ദൈവദാസി. क्योंकि वो परमेश्वर का दासी और 90 साल तक शादी नहीं किया, परमेश्वर का गवाह बनकर वो जी रही थी. Praise the हालेलुया Lord. हालेलुया Praise the Lord. हालेलुया. എന്നെയും നിങ്ങളെയും ദൈവം അതുപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. परमेश्वर हमें भी उसी प्रकार उपयोग करने के लिए चाहते हैं. അവിവാഹിതരായിട്ടെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തിനു വേണ്ടി അതിശക്തമായി. और उसका अर्थ है नहीं है शादी नहीं करना, बल्कि क्या है? परमेश्वर के लिए शक्तिशाली परमेश्वर बनाएगा. Praise the Lord. हालेलुया. ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? कितना लोग चाहते हैं प्रभु परमेश्वर मुझे उपयोग करे. Praise the Lord. हालेलुया. പത്രോസിനെ ദൈവം വിടുവിച്ചയച്ചു. पत्रोस को परमेश्वर ने छुड़ाया. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. पत्रोस बंदी खाने से बाहर आया ദൈവത്തിന്റെ ദൂതൻ അവനെ കുറെ നേരം അനുഗമിച്ചു. और स्वर्गदूत उसके पीछे पीछे उसका साथ साथ में आया, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയുടെ വാതിക്കൽ അദ്ദേഹം എത്തി. क्योंकि वो प्रार्थना करने वाला प्रार्थना के कमरे के पास तक पहुंच गया. ഇത്രയും അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം അവിടെ കൊണ്ടുവന്നതാ. പക്ഷെ അകത്തിരിക്കുന്നവരുടെ ഏക പ്രാർത്ഥനാ വിഷയം പത്രോസിന്റെ വിടുതലുമാ. പക്ഷെ പത്രോസ് വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. क्योंकि सबका प्रार्थना विषय क्या था? पत्रोस का छुटकारा. स्वर्गदूत को लेकर वहां तक आया,
बल्कि क्या है, अंदर प्रार्थना करने वाले के अंदर विश्वास नहीं था। पत्रोस छुटकारा पाया कर आए आकर के। Praise the Lord. हालेलुया। ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ദൈവം മറുപടി തന്നിരിക്കുകയാണ്. आज रात्रि हमें समझना है, मेरा प्रार्थना का उत्तर परमेश्वर ने दिया है। അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര कितने പേരുണ്ട്? लोग विश्वास करते हैं उसी प्रकार അത് होगा। സംഭവിക്കുമെന്ന് हालेलुया। വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? कितने लोग विश्वास करते हैं उसी प्रकार संभव होगा। Praise the Lord. हालेलुया। നിങ്ങളെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മാനുഷിക ബുദ്ധിയിൽ പറയാൻ കഴിയില്ല. क्योंकि आपके जीवन में दुख देने वाला बातें आपके जीवन में क्या है, मानसिक बुद्धि में मैं बोल नहीं सकता हूँ। നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. क्योंकि आप एक एक व्यक्ति प्रार्थना करने वाला आपका विषय क्या है आप जानते हैं। ഒരാളോട് പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ചില രഹസ്യ വിഷയങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകാം. चाहे आपका प्रार्थना विषय में है, कभी किसी को भी ना बोला ऐसा विषय भी आपका प्रार्थना का विषय में है। ഒരുപക്ഷെ നിന്നെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാകാം, शायद आपके जीवन में आया हुआ कोई बीमारी होगा, പൈശാചികമായ ഒരു പോരാട്ടമാകാം, और शैतानी कोई बंधन होगा, സാമ്പത്തികമായ തകർച്ചയാകാം, चाहे आर्थिक गिरावट होगा, കടഭാരമാകാം, चाहे आपका जीवन में आया हुआ कर्ज होगा, വീടിനകത്ത് ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം, शायद आप अकेला अवस्था में छोड़ा गया वही अवस्था होगा, പ്രിയപ്പെട്ടവരെല്ലാം ശത്രുക്കളായി മാറിയതാകാം, और शायद आपका प्रिय लोग आपका दुश्मन बन गया होगा, സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയതാകാം, समाज आपको अकेला किया होगा, അയൽവാസികളിൽ നിന്നോ ഒപ്പം ജോലി ചെയ്യുന്നവരിൽ നിന്നോ ഉണ്ടാകുന്നതായ വേദനാജനകമായ അനുഭവങ്ങളാകാം, चाहे आपका पड़ोसी से जहाँ नौकरी करते हैं वहां से होने वाला तकलीफ होगा, നിന്റെ മക്കളിൽ വന്ന സ്വഭാവത്തിന്റെ തെറ്റായ മാറ്റങ്ങളാകാം, शायद आपका बच्चे का जो स्वभाव गलत स्वभाव होगा, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയം ഏതായാലും आपको दर्द देने वाला विषय क्यों ना भी कुछ भी हो, ഏത് വിഷയമായാലും कोई भी विषय हो, ഇന്ന് രാത്രി ദൈവം മറുപടി തരാൻ പോവുകയാണ്. आज रात्रि परमेश्वर क्या करेगा, जवाब देगा। വിശ്വാസമുണ്ടോ നിനക്ക്? आपके अंदर विश्वास है, വിശ്വാസമുണ്ടോ? आपके अंदर विश्वास വെറുതെ है, ഒരു പ്രസംഗം കേട്ടിരിക്കുന്ന പോലെ ഇരിക്കരുത്. और केवल एक समाचार सुनता है उसी प्रकार आप सुनना नहीं, ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തരുന്ന ദൂത് ഹൃദയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ. और परमेश्वर की आत्मा देने वाला वचन को हाल अपने आने के लिए तैयार हो അത് जाए, വിശ്വാസമായി പരിണമിക്കട്ടെ. वो वचन आपके लिए विश्वास में रूपांतर हो जाए, അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. तभी परमेश्वर की महिमा आपका जीवन में परमेश्वर प्रकट ഈ करेगा। 18 ദിവസമായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി നമ്മുടെ വാതിക്കലുണ്ട്. क्योंकि 18 दिन से हम प्रार्थना किया हुआ विषय का उत्तर हमारा द्वार पर है। വെളിപ്പാട് പുസ്തകം 29 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, और प्रकटीकरण का पुस्तक प्रकाश वाक्य 21 अध्याय उसका 18 कलम में इसी प्रकार हम पढ़ते हैं, അതിൽ മലയാളത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, और मलयालम में इसी प्रकार लिखा है, വെളിപ്പാടില്ലാത്ത ഇടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. जहाँ प्रकाशन नहीं है, प्रकटीकरण नहीं है, वहां पर लोग अपना मर्यादा छोड़ता है। അതിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ ചിലതിലും മൂലഭാഷയിലെ അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദർശനമില്ലാത്ത ഇടത്ത് ജനം നശിക്കുന്നു. और वहां पर 29:18 തോന്നുന്നു. സോറി, സദൃശവാക്യങ്ങൾ ഐ എം എക്സ്ട്രീംലി സോറി. नीति वचन पढ़ो 29:18 29 का चलो ना യെസ്, पेज पलटना पड़ता है। മതി. और हिंदी में पढ़िए, जहाँ दर्शन की बात नहीं होती वहाँ लोग निरंकुश हो जाते हैं और जो व्यवस्था को मानता है वह धन्य होता है। വെളിപ്പാടില്ലാത്ത ഇടത്ത് ജനം മര്യാദ വിട്ട്, जहाँ दर्शन की बात नहीं है वहाँ लोग निर्कुश हो जाते हैं। അത് തന്നെ മറ്റൊരു ഭാഷാന്തരത്തിൽ പറയുകയാണ്, ദർശനം ഇല്ലാത്ത ഇടത്ത് ജനം നശിക്കുന്നു. क्योंकि जहाँ दर्शन नहीं है लोग वहां पर नाश होता है। ഇനി എല്ലാവരും എന്നെ ഒന്ന് നോക്കണം. सब लोग यहाँ पर देखिए, നിങ്ങൾക്ക് വെളിപ്പാടുണ്ടോ?
आपके जीवन में परमेश्वर का दर्शन है क्या? ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. शमूएल का पुस्तक में लिखा है, ശമൂവേൽ ബാലൻ ഏലി പുരോഹിതന്റെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. क्योंकि शमूएल छोटा बालक था, एली याजक के साथ परमेश्वर की सेवा करता था. അക്കാലത്ത് ദർശനം ഏറെയില്ലായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. उस समय में दर्शन नहीं था, इसलिए लोग और वहां पर लोग मर्यादा छोड़ा था. സഭ അന്നുണ്ടായിരുന്നു. സഭ അന്നുണ്ടായിരുന്നു. कलीसिया तभी था, ആരാധനകൾ നടന്നിരുന്നു. आराधना चलता था, പക്ഷെ ജനത്തിന് വചനം ലഭിച്ചില്ല. मगर लोगों में वचन नहीं मिलता था. അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. उसका विशेषता क्या है? വചനം പങ്കിട്ടാലും അത് ഏറ്റെടുക്കാൻ കഴിയാതെ ചില ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുകയാണ്. और वचन बैठता तो है, कई सारे हृदय उसको स्वीकार करने के लिए तैयार नहीं है, हृदय बंद करके रखा വന്ന് है. യോഗത്തിനിരുന്നിട്ട് എന്തെങ്കിലും കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ വെറുതെ പോകുന്ന അനുഭവമാകരുത്. क्योंकि जो मीटिंग में आया और आराधना में आया और कुछ सुना और कुछ भी समझ में नहीं आया, ऐसा जाने वाला नहीं है. നിന്റെ ഹൃദയം വചനത്തിനു വേണ്ടി തുറക്കപ്പെടണം. आपका हृदय परमेश्वर का वचन के लिए खोलना. പുഴവക്കത്തിരുന്ന ലുദിയായോട് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം തുറന്നു. और जो नदी के खांड में बैठने वाली जो लुदिया का हृदय को और परमेश्वर ने खोला, वो वचन को स्वीकार किया. അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നവൾ ഭക്തയായിരുന്നു. और उसके बारे में लिखा है परमेश्वर का डरने वाला व्यक्ति थी. പക്ഷെ വചനത്തിനു വേണ്ടി ഹൃദയം തുറന്നു. क्योंकि वचन के लिए उसने क्या किया? अपना हृदय खोल ഒരു दिया. ഭക്തനായിരിക്കാം, और शायद अब भक्त होगा, ഒരു ഭക്തയായിരിക്കാം. चाहे भक्ता होगा, പക്ഷെ ഒരു കാര്യം, പലപ്പോഴും ദൈവവചനം സംസാരിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയം തുറന്ന് അത് ഏറ്റെടുക്കണമെന്നില്ല. क्योंकि आप वचन पढ़ाने के समय में, सिखाने के समय में, सुनने समय में उस वचन को हल स्वीकार करना लायक कई बार नहीं होता है. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? आपकी अवस्था किस प्रकार है? കേൾക്കുന്ന വചനം ഹൃദയത്തിൽ എത്തുന്നുണ്ടോ? और सुनने वाला वचन हृदय में परिणाम करता है क्या? अंदर आता है क्या? ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? हृदय के अंदर स्वीकार करता है क्या? വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുണ്ടോ? वचन आपके अंदर क्रिया करता है क्या? വചനം അകത്ത് ചെല്ലണം. क्योंकि इस वचन अंदर आना അത് ജീവിതത്തിൽ വ്യാപരിക്കണം. और जीवन में कार्य करना है. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. पौलुस इसी प्रकार लिखा है, യഹോവയുടെ വചനം നിങ്ങളിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ. और परमेश्वर का वचन आपके अंदर जो कार्य करता है उसी प्रकार എൻ്റെ വിശപ്പിന് ഞാൻ കഴിക്കുന്ന ആഹാരം, ദാഹം മാറ്റുവാൻ ഞാൻ കുടിക്കുന്ന വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് ചെന്നാൽ അത് ദഹിച്ച് എൻ്റെ സിരകളിൽ രക്തത്തിലൂടെ അത് എൻ്റെ ശരീരത്തിൻ്റെ ഉച്ചി മുതൽ പാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ കണ്ടന്റ് എത്തിച്ചേരുന്നു. क्योंकि मैं खाने वाला भोजन, मैं पीने वाला पानी, सब मेरा शरीर का ये अंदर जो जाकर वो अजम होकर पूरे शरीर में उसका कार्य प्रकट हो जाते हैं और शरीर के लिए बल का कारण बनता है. നല്ല ഭക്ഷണം കഴിക്കുന്നവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വൈറ്റമിൻസും മിനറൽസും എത്തിച്ചേരുന്നു. क्योंकि अच्छा भोजन करने का भोजन लेने वाला व्यक्ति का शरीर में उसका विटामिन, हर प्रकार का कंटेंट्स उसका शरीर के अंदर कार्य करता है. മദ്യപിക്കുന്നവന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും മദ്യത്തിന്റെ ലഹരി എത്തിച്ചേരുന്നു. क्योंकि और दारू पीने वाला व्यक्ति का जीवन में वो शराब उसका एक एक नश के अंदर कार्य करता है. ഒരുത്തന്റെ ഉള്ളിൽ വിഷമാണ് ചെല്ലുന്നതെങ്കിൽ ആ വിഷം അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു. किसी का शरीर के अंदर यदि जहर जो अंदर आता है तो पूरे शरीर में फैल जाते हैं. നല്ല ഭക്ഷണം കഴിക്കുന്നവന് ആരോഗ്യദായകമെങ്കിൽ വിഷം കഴിക്കുന്നവന് മരണകാരണമാണത്. क्योंकि अच्छा भोजन करने वाले के लिए शरीर में तंदुरुस्ती आ जाते हैं तो जो विष जहर खाने वाले को मृत्यु का कारण बनता है. നിന്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത് പാപപരമായ കാര്യങ്ങളും ചിന്തകളുമാണെങ്കിൽ നിന്നെ നിത്യ മരണത്തിലേക്ക് പാപം കൊണ്ടെത്തിക്കും. आपको स्वाधीन करने वाला जो बात है, हाल ये पाप की बात है तो आपको मृत्यु की ओर लेकर जाएगा. നിനക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ വചനം
आपको मिलने वाला परमेश्वर का वचन നിന്റെ ആത്മീയ ആഹാരമാണ്. आपका आत्मिक भोजन है തേനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാണ്. और मधु से बढ़कर है അത് നിനക്ക് ആരോഗ്യവും ആത്മീയ പുഷ്ടിയും നൽകുന്നതാണ്. और आपका जीवन में तंदुरुस्ती और शक्तिशाली बना देता है। ധന്യനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, इसलिए पौलुस कहते हैं നിന്നിൽ ആഹാരം നിന്റെ സിരകളിലൂടെ വ്യാപരിക്കുന്നത് പോലെ आपका शरीर के अंदर आपका भोजन कार्य करते उसी प्रकार ദൈവത്തിന്റെ വചനം നിന്നിൽ വ്യാപരിക്കണം. आपका परमेश्वर का वचन आपके अंदर कार्य करना है। हालेलुया। വചനം നിന്നിൽ വ്യാപരിക്കണമെങ്കിൽ അന്തരംഗത്തിൽ ചെല്ലണം. और वचन आपके अंदर कार्य करना है तो आपका अंदरूनी आत्मा में ആ पहुंचना है। വചനം നീ ധ്യാനിക്കണം. उस वचन को मनन करना है ആ വചനം നിനക്ക് ജീവൻ നൽകും. और वो वचन आपको जीवन ആ देगा। വചനം നിനക്ക് ശക്തി നൽകും. उस वचन आपको शक्ति देगा। ആ വചനം നിന്നെ ഉയർത്തും. उस वचन आपको ऊंचा करेगा। ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കാൻ നിനക്ക് കഴിയട്ടെ. उस वचन के सामने बैठने वाला हर विश्वासियों का जीवन में है इस वचन हालिया स्वीकार करने के लिए तैयार हो जाए। Praise the Lord. हालेलुया। ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിലെത്തണം. परमेश्वर का वचन आपके अंदर आना। അക്കാലത്ത് ദർശനമേറെ ഇല്ലായിരുന്നു. वहां पर लिखा है उस समय में दर्शन ज्यादा नहीं था। യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. परमेश्वर का वचन बहुत कम था। ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് സമൃദ്ധിയായ വചനം ലഭിക്കുന്നുണ്ട്. आपको तो परमेश्वर का वचन बहुतायत मिलता है കഴിഞ്ഞ 18 ദിവസമായി വചനം നിങ്ങൾക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. क्योंकि पिछले 18 दिन से हर रोज आपको वचन मिल रहा है। കർത്താവിന്റെ വിലയേറിയ ദാസൻ നിങ്ങൾക്ക് നിരന്തരമായി വചനം തന്ന് വചനം പഠിപ്പിച്ച് നിങ്ങളെ വചനത്തിൽ ഉറപ്പിക്കുവാൻ ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. और परमेश्वर का दास आपको वचन सिखाते और आपको आत्मिक जीवन में बढ़ा रहा है। പക്ഷേ വചനം നിന്റെ അകത്ത് എത്രത്തോളം ഉണ്ട്? वचन आपके हृदय के अंदर कितना है? ആ വചനമാണ് നമുക്ക് ശക്തി തരുന്നത്. उस वचन हमारे अंदर शक्ति सामर्थ्य देता ആ है। വചനമാണ് നമുക്ക് ധൈര്യം തരുന്നത്. वही हमें हियाव देता है। ആ വചനമാണ് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്. उस वचन हमें विश्वास में मजबूत करता ആ है। വചനമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. उस वचन परमेश्वर का निकटता में लाता Praise the है। Lord. हालेलुया। Hallelujah. हालेलुया। വചനം ഏറ്റെടുക്കണം. उस वचन को हम स्वीकार करें। आमीन। ദർശനം ഇല്ലാത്തയിടത്ത് ജനം നശിക്കുന്നു. जहाँ दर्शन नहीं है लोग नाश होता है। എന്താണ് ഈ വെളിപ്പാടും ദർശനവും? क्या है प्रकाशन, क्या है दर्शन, क्या है प्रकटीकरण, क्या है? വെളിപ്പാടെന്ന് പറയുന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം റെവലേഷൻ എന്നാണ്. और प्रकटीकरण नहीं तो प्रकाशन, उसके लिए इंग्लिश में रेवलेशन जो शब्द और इस्तेमाल करता है। റെവലേഷൻ എന്ന വാക്ക് അതിന്റെ മൂലഭാഷയായ ആംഗ്ലോ സാക്സൺ ഭാഷയിൽ നിന്ന് നാം വിവർത്തനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റീവെയിൽ എന്നർത്ഥം വരുന്നതാണ്. और जो रेवलेशन का जो अर्थ है उसका और क्या है उसका पर्दा को हटाओ, यही है। വെയിൽ എന്ന് പറഞ്ഞാൽ കർട്ടൻ. क्योंकि जो वेल जो बोला जाता है पर्दा, അൺവെയിൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ റീവീൽ എന്ന് പറഞ്ഞത്. റീവെയിൽ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെയാണ് റെവലേഷൻ അഥവാ വെളിപ്പാടെന്ന വാക്ക് उस വന്നിരിക്കുന്നത്. पर्दा को हटाओ करके जो बोलता है इसलिए रिवील करता है। रेवलेशन का जो शब्द का अर्थ है പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം നന്മകളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. क्योंकि प्रार्थना करने वाला आपके लिए परमेश्वर कई सारे भलाई रखा है। ആ നന്മകൾ നിന്റെ മുൻപിലുണ്ട്. उस भलाई आपके सामने है പക്ഷെ നിനക്കത് കാണാൻ കഴിയുന്നില്ല. मगर आप लोग नहीं देखते हैं। ദൈവം ഒരുക്കിയ നന്മയെ കാണാൻ കഴിയുന്നില്ല. परमेश्वर ने रखा हुआ आशीषों को नहीं देखते हैं കാര്യം മുൻപിൽ ഒരു മറയുണ്ട്. क्योंकि सामने एक पर्दा है। അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കുന്ന ദുഷ്ടപിശാചിന്റെ ഒരു തന്ത്രമാണത്. क्योंकि अविश्वासियों के हृदय को अंधा बनाने वाला शैतान का युक्ति है। हाल ये पर्दा सामने डाले। പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, केवल प्रार्थना करने से नहीं, ഭക്തനോ ഭക്തയോ ആയിരുന്നാൽ മാത്രം പോരാ, केवल भक्त होकर रहने से നീ नहीं, വിശ്വാസത്തിൽ ഉറക്കണം. क्योंकि विश्वास में मजबूत होना, വിശ്വാസത്തിൽ ഉറക്കണം. विश्वास में मजबूत होना വിശ്വാസത്തിൽ ധൈര്യപ്പെടണം. और विश्वास में हम हिम्मतवान बनना, ദൈവകൃപയിൽ ധൈര്യപ്പെടണം. परमेश्वर का अनुग्रह में बलवंत होना। നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് എത്രയാ? आपका विश्वास का माप कितना है? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് എത്രയാണ്?
कितना विश्वास का माप कितना है। നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. अब अपने आप को थोड़ा झांझना है। ദൈവം സ്ഥിരമാനസനാണ്. परमेश्वर स्थिर मनस वाला है। യാതൊരു മാറ്റങ്ങളും ദൈവത്തിനില്ല. परमेश्वर का मन कभी बदलता नहीं है। എല്ലാവരോടുള്ള കൃപ ഒരുപോലെയാണ്. परमेश्वर का अनुग्रह सबके लिए एक समान എല്ലാവർക്കും है। വേണ്ടി ദൈവം നന്മ ഒരുക്കിയിട്ടുണ്ട്. परमेश्वर सबके लिए आशीष दिया है। പക്ഷെ അത് ഏറ്റെടുക്കുന്നതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഉള്ള ഏറ്റക്കുറച്ചിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ്. क्योंकि आपका विश्वास का जितना कम है और उसी हिसाब से विश्वास कितना है, उसी हिसाब से आप उस वजन को स्वीकार करते हैं। ഞാനൊരു ചെറിയ കണക്ക് നിങ്ങളോട് പറയാൻ പോവുകയാണ്. एक हिसाब मैं आपको बताना चाहता हूँ। ദൈവം നമുക്ക് തരുന്ന മറുപടി എന്ന് പറയുന്നത് 5x. എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ളതായ എക്സ്. और हमें परमेश्वर देने वाला जवाब क्या है? 5x, इंग्लिश में x बोलता है। 5x എന്ന് പറഞ്ഞാൽ 5 ഗുണം എക്സ്. और 5 गुना x। എൻ്റെ വിശ്വാസത്തിന്റെ അളവ് 10 ആണ്. और मेरा विश्वास का जो माप है 10। ദൈവത്തിന് ഒരു മാറ്റവുമില്ല. സ്ഥിരമാനസനാണ്. ഗതിഭേദങ്ങളാൽ ആച്ഛാദനം വരാത്തവനാണ്. ദൈവത്തിന്റെ ആ അളവെന്ന് പറയുന്നത് 5. അതെല്ലാവർക്കും വേണ്ടി വെച്ചേക്കുക. परमेश्वर सबके लिए एक प्रकार माप कर जो रखा है विश्वास। 5 എന്ന് പറഞ്ഞ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫിഗർ. സ്ഥിരമായി നിൽക്കുന്ന ഒരു സംഖ്യയാണ്. 5 जो और आंकड़ा है एक स्थिर आंकड़ा है। എക്സ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് വേരിയബിൾ. അത് മാറി മാറി വരുന്നതാകാം അവനവനെ അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വിശ്വാസം അനുസരിച്ച്. क्योंकि जो इंग्लिश में जो एक्स जो बोला जाता है वो क्योंकि चेंज हो सकता है। कितना माप है उसी प्रकार वो बढ़ते रहेगा, घटते भी रहेगा। ദൈവത്തിന്റെ 5 അതുപോലെ നിൽക്കുന്നു. परमेश्वर का 5 का आंकड़ा उसी प्रकार എന്റെ रहेगा। വിശ്വാസത്തിന്റെ അളവ് 10 ആണ്. और मेरा विश्वास का माप तो 10 है। അപ്പൊ എനിക്ക് കിട്ടുന്ന നന്മയുടെ അളവ് 5 ഗുണം 10 50. और मेरे जीवन में परमेश्वर देने वाला आशीष क्या है? 5 गुना 10 कबला 50। ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരാളുടെ വിശ്വാസത്തിന്റെ അളവ് 25 ആണ്. और यहाँ पर बैठे हुए और आपका विश्वास का माप 25 है। ദൈവത്തിന് വ്യത്യാസമില്ല. परमेश्वर कभी चेंज नहीं करता है। അതുകൊണ്ട് ആ ആളിന് ലഭിക്കാൻ പോകുന്നത് 5 ഗുണം 25 ആണ്. 125 ആണ് ലഭിക്കുന്ന നന്മയുടെ അളവ്. क्योंकि यदि आपके पास 25 है, 5 गुना 25 125 माप आपको विश्वास का माप मिलेगा। ഞാൻ പാസ്റ്ററൊക്കെയാ, പക്ഷെ എനിക്ക് കിട്ടിയത് 50. और मैं पास्टर तो है, मुझे मिला 50। പക്ഷെ ഒരു പാവപ്പെട്ട വിശ്വാസി തനിക്ക് കിട്ടുന്നത് 125 ആണ്. क्योंकि एक साधारण विश्वासी को उनका विश्वास का माप है 125 मिलता है। പ്രിയ ബാവുപാസ്റ്ററുടെ വിശ്വാസത്തിന്റെ അളവ് 1000 ആണ്. और बाबू पास्टर का विश्वास का माप 1000 है। 1000 ഗുണം 5 5000 ആണ് അദ്ദേഹത്തിന് കിട്ടുന്ന നന്മയുടെ അളവ്. और 5 गुना 1000 है, 5000 है उसका विश्वास का माप है। 5000 കിട്ടിയ ബാവുപാസ്റ്ററെ നോക്കിയിട്ട് 50 കിട്ടിയ ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. और 5000 मिला हुआ बाबू पास्टर का माप, विश्वास का माप देखकर 50 वाला जलन करने से कोई फायदा नहीं है। പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. और हम शिकायत करने से कोई फायदा नहीं है। കുശുമ്പ് കാണിച്ചിട്ട് കാര്യമില്ല. हम तो जलन करने से कोई काम नहीं है। പിറുപിറുത്തിട്ട് കാര്യമില്ല. हम कुड़कुड़ाने से नहीं होता എന്റെ है। വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചു വരണം. आपका विश्वास का माप एक एक दिवस में है, बढ़ते 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 जाना है। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു വരട്ടെ. इस प्रार्थना में आपका विश्वास का माप बढ़ना है വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു വരട്ടെ. और विश्वास का माप बढ़ना है। നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം തരുവാൻ പോകുകയാണ്. परमेश्वर आप जो इच्छा रखते हैं उससे बढ़कर परमेश्वर നിങ്ങൾ देगा। പ്രാർത്ഥിച്ചതിനേക്കാൾ മെച്ചമായത് ദൈവം തരാൻ പോവുകയാണ്. आप जितना प्रार्थना किया उससे बढ़कर परमेश्वर देगा। ഇതുവരെയുള്ള വിശ്വാസം പോരാ. अभी तक जो विश्वास है वो नहीं चलेगा, ഒരു വ്യത്യാസം വരണം. क्योंकि इसमें कुछ फर्क होना है। വിശ്വാസത്തിന്റെ അളവിൽ ഒരു വ്യത്യാസം വരണം. और विश्वास का माप में कुछ फर्क होना है। ദൈവത്തെ അന്ധമായി വിശ്വസിക്കാൻ കഴിയണം. और परमेश्वर को
और आंख बंद करके विश्वास നിന്റെ करना है। ബുദ്ധിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. आपका जो बुद्धि अफल करना ബുദ്ധി है। കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് നീ ചിന്തിക്കരുത്. और मुझे हो सकता है नहीं होता है इसी प्रकार का विचार नहीं നിന്റെ होना। ബുദ്ധി പറയും നടക്കുകയില്ലെന്ന്. आपका बुद्धि बोलेगा नहीं നിന്റെ चलेगा, ചിന്തകൾ പറയും നടക്കുകയില്ലെന്ന്. आपका विचार बोलेगा नहीं चलेगा, സാഹചര്യം പറയും നടക്കുകയില്ലെന്ന്. आपका परिस्थिति बोलेगा नहीं പക്ഷേ होगा। ദൈവം പറയുന്നു നടക്കും. परमेश्वर आपसे कहता है होगा होगा। ഹല്ലേലൂയ. हालेलुया। വിശ്വസിച്ച് പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ അടുക്കലേക്ക് പത്രോസിനെ ദൈവം അയച്ചു. और विश्वास कर प्रार्थना करने वाला लोगों के मध्य में पत्रोस को परमेश्वर ने निराल करके भेजा। പ്രാർത്ഥിച്ചവരാണെങ്കിലും ദൈവപ്രവൃത്തി ഏറ്റെടുക്കത്തക്കതുപോലെ അവരുടെ വിശ്വാസം വളർന്നില്ല. प्रार्थना तो किया मगर विश्वास के साथ उसका जवाब लेने के लिए तैयार नहीं था। അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? उसका कारण क्या है? ഭയമായിരുന്നു. उसके अंदर भय है। പത്രോസിനെ കൊണ്ടുപോയവർ ഞങ്ങളെയും കൊണ്ടുപോകും. क्योंकि पत्रोस को लेकर गया हमें भी लेकर जाएगा, डर गए थे। അവിടെവിടെയായി പീഡ നടക്കുന്നു. क्योंकि इधर उधर पीड़ा हो रहा है ആരാധനാലയങ്ങൾ തല്ലി തകർക്കുന്നു. और कई जगह पर मारामारी कर रहा है। ദൈവജനത്തെ ബന്ധിക്കുന്നു. परमेश्वर के लोगों को बांधता है, ദൈവദാസന്മാരെ ബന്ധിക്കുന്നു. परमेश्वर के दास लोगों को बांधता है। അയ്യോ, ദൈവജനത്തിനെതിരെയുള്ള പീഡയുടെ ശബ്ദം അതിന്റെ അളവ് കേട്ടിട്ട് ഭയം നിരിക്കുന്ന ആളുകളുണ്ട്. നീ ഭയപ്പെടരുത്, നിനക്ക് വേണ്ടി നിന്റെ ദൈവമുണ്ട്. क्योंकि इधर उधर होने वाला बातों को देखकर डर मार कर बैठने वाले लोग हैं। इसलिए मेरे प्रियो, आप डरना नहीं, विश्वास के साथ रहे। ചിലർക്ക് രോഗത്തെ ഭയമാണ്. और कई सारे लोगों को संसार से डरता है। ഒരു രോഗമുണ്ടായെന്ന് അറിഞ്ഞാൽ തന്നെ വല്ലാതെ ഭയപ്പെടും. कुछ लोगों को बीमारी से डरता है, एक बीमारी आने से वो बहुत डर जाते हैं। 12 കൊല്ലമായി രോഗം ബാധിച്ച് और 12 साल से बीमार, തനിക്കുള്ളത് മുഴുവൻ സ്വത്തും വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. क्योंकि उनका जितना धन दौलत के बेचकर डॉक्टर लोगों को दिया। രോഗം മാറിയില്ല, बीमार नहीं गया സമ്പത്ത് നഷ്ടമായി, और धन नष्ट हो गया। അവളെ ബാധിച്ചിരിക്കുന്ന രോഗം അശുദ്ധമായി കാണുന്നത് കൊണ്ട് സമൂഹത്തിൽ അവൾക്ക് പ്രവേശനമില്ല. क्योंकि उनका शरीर का बीमार अशुद्ध था, इसलिए समाज में उसको प्रवेश नहीं है। അവൾ പൊതുസമൂഹത്തിൽ വന്നാൽ ജനം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. क्योंकि वो और जागर सभा में कहीं भी आए लोग उसको पत्थर मारकर खत्म करेगा। പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു വിശ്വാസം, मगर उसके अंदर विश्वास എന്റെ है। യേശുവിന്റെ അടുക്കൽ പോയാൽ, मेरे यीशु के पास जाने से, എന്റെ യേശുവിനെ ഒന്ന് തൊട്ടാൽ, मेरे यीशु को छूने से, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് उसका തൊട്ടാൽ कपड़े का होच जो थोड़ा छूने से എന്റെ രോഗം മാറിക്കിട്ടും. मेरा बीमारी चली जाएगी। 12 കൊല്ലമായി ഒത്തിരി വൈദ്യന്മാർ, ഡോക്ടേഴ്സ് എന്നെ ചികിത്സിച്ചതാണ്. बहुत सारे डॉक्टर लोग मुझे इलाज किया है, എന്റെ പണമെല്ലാം ഞാൻ മുടക്കിയതാണ്. मेरा पैसा पूरा खर्चा किया എന്റെ है, രോഗം മാറിയില്ല, मेरा बीमारी नहीं गई, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു, मेरा तंदुरुस्ती सब चली എന്റെ गई, സൗന്ദര്യമെല്ലാം പോയി, मेरा सुंदरता नष्ट हो गई, സമൂഹത്തിലെ എല്ലാ മാന്യതയും നഷ്ടമായി. मेरा समाज में जितना आदर है सब नष्ट हो അയ്യോ, गया। ജനം കൂടുന്നിടത്ത് പോലും കടന്നു വരാൻ കഴിയാത്ത लोग തരത്തിൽ इकट्ठे होने ഒറ്റപ്പെട്ടവൻ. वाले जगह पर मुझे जा भी नहीं सकते हैं। ഞാൻ നീ എന്ത് ചെയ്യും? मैं अभी क्या करूं? ഇവൾ യേശുവിനെ തൊടാൻ ആൾക്കൂട്ടത്തിൽ ചെന്നാൽ അവളെ തിരിച്ചറിഞ്ഞാൽ ജനം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. और लोगों के मध्य में यदि यीशु के पास जानते समय में लोग जाना है तो उसको पत्थर मारकर खत्म करेगा। കരുത്തന്മാരായ പുരുഷന്മാരുമായി യേശു ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. प्रभु यीशु अपने चेलों के साथ सफर कर रहा है। അവൾ യേശുവിന്റെ പിറകെ വന്നു. बहुत भीड़ के बीच में से यीशु मसीह के पास आए, അവൾ വന്നത് കുനിഞ്ഞു കുനിഞ്ഞ. क्योंकि वो क्या झुके झुके आई, നേരെ നടക്കുന്നതിന്റെ അത്രയും വേഗതയിൽ കുനിഞ്ഞു നടന്നാൽ പറ്റില്ല. क्योंकि और सीधा हम जाते हैं उस स्पीड में हमें झुककर चल नहीं सकता। ആ യാത്രയ്ക്ക് തിരക്കും തിക്കും ഒക്കെ ഉണ്ടായിരുന്നു, വേഗതയും ഉണ്ടായിരുന്നു. क्योंकि वो यात्रा में बहुत लोग स्पीड में जा रहा है, ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ കുനിഞ്ഞു കുനിഞ്ഞു क्योंकि കുനിഞ്ഞു लोगों के मध्य में से झुककर वो आगे बढ़ी। യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ यीशु मसीह के वस्त्र में छुआ। യേശു പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. प्रभु यीशु जल्दी वहां पर खड़े हो गया। യേശുവിന്റെ ചോദ്യം, यीशु मसीह का सवाल, എന്നെ തൊട്ടതാര്? मुझे कौन छुआ है? എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നു, मैं इसी प्रकार पूछ रहा हूं, അവൾ യേശുവിനെ തൊട്ടോ? वो यीशु मसीह को छुआ है क्या? ഇല്ല, യേശുവിന്റെ വസ്ത്രത്തിന്റെ ആ തൊങ്ങലിൽ വെളുമ്പിൽ മാത്രമേ അവൾ തൊട്ടുള്ളൂ. यीशु मसीह को छुआ नहीं है, केवल यीशु मसीह का कपड़े में छुआ है। പക്ഷെ അവളുടെ വിശ്വാസം വലുതായിരുന്നു. मगर उनका विश्वास बहुत बड़ा था। യേശു പറയുക, അവൾ വിശ്വാസത്താൽ എന്നെ തൊട്ടു. ओ यीशु बोल रहे विश्वास के साथ उसने मुझे छुआ। എന്നെ തൊട്ടതാര്?
मुझे छुआ कौन? ഒപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു, ഇത്ര വലിയ പുരുഷാരം നിന്നെ തിക്കിയും തിരക്കിയും ഇടിച്ചും ഉന്തും തള്ളിയും ഒക്കെ വലിയ ഒരു ജാഥയായി പോകുമ്പോൾ തൊട്ടതായിരുന്നു, അതിനെന്നാ പ്രസക്തി? इतना सारे लोग धक्का मुक्की करके जो जाते हैं समय में कौन छुआ करके जो पूछ रहे हैं कौन सा सवाल है? യേശുവിന്റെ മറുപടി, यीशु मसीह का जवाब, അല്ല ഒരാൾ എന്നെ തൊട്ടു, और कोई मुझे छुआ है തെളിവ് ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. और उसका सबूत क्या है? मेरे से सामर्थ निकल गया, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, मुझसे सामर्थ निकल गया, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. यीशु मसीह से सामर्थ निकल गया, അവൾ യേശുവിനെ തൊട്ടത് ഹൃദയം കൊണ്ടാണ്. क्योंकि उसने यीशु मसीह को हृदय से നീ छुआ। ഹൃദയം കൊണ്ട് യേശുവിനെ തൊട്ടാൽ, और आप हृदय से यीशु मसीह को छूने से, എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ യേശുവിനെ തൊട്ടാൽ, और विश्वास के साथ यीशु मसीह को छूने से, വിശ്വാസത്തോടെ അവന്റെ പാദപീഠത്തിൽ വന്നാൽ और विश्वास के साथ प्रभु के बस्ती में आने से അവന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ उसका പകരപ്പെടുകയാണ്. सामर्थ आपके जीवन में നീ उंडेलेगा। ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് आप जहाँ बैठे हो, उस जगह पर നിന്റെ വിഷയം കർത്താവിനോട് പറഞ്ഞ് आपका विषय प्रभु को बताए, വിശ്വാസത്താൽ അവനെ ഒന്ന് തൊട്. और आपका हृदय का जो विश्वास है उसे അവന്റെ छुए, ശക്തി നിന്നിലേക്ക് പകരപ്പെടുന്നു. उनका सामर्थ आप में उंडेला जाएगा, അവന്റെ വിടുതലിന്റെ ശക്തി നിന്നിലേക്ക് പകരപ്പെടുന്നു. उनका छुटकारे का सामर्थ आपका शरीर में आएगा। ഒരുപക്ഷേ നീ ഇവിടെ ഇരിക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്ന ദൈവശക്തി പകരപ്പെടേണ്ടത് മറ്റൊരിടത്താണെങ്കിൽ, നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിശ്വാസം കാരണം നീ ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവശക്തി ദൈവം പകരുവാൻ चाहे പോകുകയാണ്. आप यहाँ पर बैठी हैं, आपकी इच्छा दूसरे का शरीर में छुए, बल्कि आपका विश्वास का कारण से, आपका प्रार्थना का कारण से परमेश्वर वहां दूर में रहने वाले व्यक्ति को भी छुएगा। ആമേൻ, हालेलुया, ആമേൻ. हालेलुया। വിശ്വാസത്താൽ ഹൃദയം കൊണ്ട് കർത്താവിനെ തൊടുന്ന എത്ര പേർ ഇപ്പോൾ എൻ്റെ മുൻപിലുണ്ട്? और विश्वास के साथ हृदय से प्रभु को छूने वाला कितने लोग यहाँ पर बैठे हैं? അവരവരോട് തന്നെ അത് ചോദിക്കാം. വെറുതെ കഥ കേൾക്കുന്നത് പോലെ പ്രസംഗം കേട്ടിരിക്കരുത്. और ऐसे कहानी सुनते उसी प्रकार आप वचन नहीं सुनना, നിന്റെ വിശ്വാസത്തിന്റെ അളവ് എത്രയുണ്ട്? क्योंकि आपका विश्वास का और माप कितना है? നേരത്തെ ഞാൻ പറഞ്ഞു, വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് ദൈവത്തിന്റെ മഹത്വവും ദൈവിക വിടുതലും നീ അനുഭവിക്കാൻ പോകുന്നത്. और मैंने पहले कहा था, आपका विश्वास का माप के अनुसार परमेश्वर की आशीष, परमेश्वर का अनुग्रह आपके जीवन में प्राप्त करता है। ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രമേ നീ ഇവിടെ നിന്ന് പോകാവൂ. आज रात्रि हम पर आए हैं, आपका विश्वास को बढ़ा के ही जाना। അങ്ങനെയെങ്കിൽ യേശുവിന് നിന്നോട് ഇന്ന് സംസാരിക്കാനുണ്ട്. ऐसे तो परमेश्वर यीशु मसीह आपसे बातें करेगा, യേശു ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കും. प्रभु यीशु आपसे बातें करेगा, യേശു ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കും. प्रभु यीशु आपसे बातें करेगा, ഇരിക്കുന്ന ജനം തിരിച്ചറിയും. क्योंकि बैठने वाले लोग वो पहचाने നിനക്ക് पाएगा, ലഭിക്കുന്ന വിടുതൽ ജനം തിരിച്ചറിയും. आपको मिलने वाला छुटकारा दूसरे लोग अनुभव യേശു करेगा। പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടു, प्रभु यीशु ने कहा, मुझे कोई छुआ, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. सामर्थ मेरे से निकल गया। ദൈവശക്തി നിന്റെ മേൽ, നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് രാത്രി ദൈവം പകരുവാൻ പോകുകയാണ്. क्योंकि आपके ऊपर, आपका प्रिय जनों के ऊपर परमेश्वर का सामर्थ आज रात्रि परमेश्वर उंडेलेगा। Praise the Lord. हालेलुया। അടുത്ത ഏറ്റവും വലിയൊരു മറുപടി യേശുവിന് പറയാനുണ്ട്. प्रभु यीशु मसीह का बहुत बड़ा जवाब है। ആ പാവപ്പെട്ട സ്ത്രീയോട്, ओ गरीब स्त्री से, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. बेटी तुम्हारा विश्वास तुम्हें चंगा किया है, യേശുവിനുള്ള उद्धार दिया है। വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. और यीशु मसीह का विश्वास उसको उद्धार किया है। അവളുടെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് ദൈവകൃപ അവളുടെ മേൽ പകരപ്പെട്ടു. उसका विश्वास का माप के हिसाब से परमेश्वर के अनुग्रह उसका शरीर में आ गया। ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, आज रात्रि परमेश्वर की आत्मा आपसे क्या कहता നിന്റെ है? വിശ്വാസം നിന്നെ രക്ഷിക്കുവാൻ പോകുകയാണ്. और आपका जो विश्वास है आपको उद्धार में നീ लाएगा, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ क्योंकि നിന്റെ प्रभु पर വിശ്വാസം पूरी तरह से विश्वास करते हैं तो നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുവാൻ आपका പോകുകയാണ്. विश्वास आपको बचाएगा। Praise the Lord. हालेलुया, Praise the Lord. हालेलुया। ഇത് പറയുമ്പോൾ അതിന് തൊട്ടു മുൻപ് ഒരു ചരിത്രം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. और इससे पहले के एक घटना भी मैं आपके सामने प्रस्तुत करना യേശുവിന്റെ കൂടെ തന്റെ ശിഷ്യന്മാരുണ്ട്.
प्रभु यीशु मसीह के साथ उनके चेले लोग हैं। പത്രോസ്, യാക്കോബ്, യോഹന്നാന്, തദ്ദായി തുടങ്ങിയുള്ള എല്ലാ ശിഷ്യന്മാരും യേശുവിന്റെ ഒപ്പമുണ്ട്. पत्रोस, याकूब, यूहन्ना, बाकी सब चेले लोग उनके साथ हैं। ചില മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമുണ്ട്. और कुछ घंटे पहले कुछ घटना घटी അവർ ഒരുമിച്ച് ഗദരദേശത്തേക്ക് പോവുകയാണ്. और वो लोग साथ में मिलकर गरसेनी देश में गया। ഗദരദേശത്തേക്കുള്ള യാത്രയിൽ और गदर देश का यात्रा में ആ പടകിന്റെ അമരത്ത് തലവെച്ച് യേശു ഉറങ്ങി. और जो नाव में यीशु मसीह सिर रखकर सोया। ഗലീല കടലിൽ കാറ്റടിച്ചു, കടൽ ഇളകി, തിരമാലകൾ ഉയർന്ന് പടകിൽ വീണു. പടക് മുങ്ങിപ്പോകുമെന്ന് തോന്നി. और गलीला दरिया में वो लोग जाने का समय में आंधी तूफान आया, जो नाव डगमगाने लगा, डूबने की अवस्था हो गया। പടക് മുങ്ങിപ്പോകുമെന്ന് തോന്നി. क्योंकि उनको ऐसा लगा अभी जो उनका नाव डूब जाएगा। ഇതിലിരിക്കുന്ന ശിഷ്യന്മാർ उसके अंदर बैठे हुए चेले लोग യേശുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവരാ. प्रभु को बहुत चमत्कार देखा। യേശുവിനോടൊപ്പം നടന്നവരാ. यीशु के साथ चला हुआ യേശു लोग। ആരാണെന്ന് അറിയാവുന്നവരാ. प्रभु यीशु कौन है करके मालूम പക്ഷെ है। അവർ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? उसने क्या किया? ആ കടലിൽ മീൻ പിടിച്ചവരാ അവര്. क्योंकि उस दरिया में मच्छी पकड़ा हुआ ആ लोग हैं। കടലിന്റെ എല്ലാ ഭാഗങ്ങളും അവർക്കറിയാം. और उनको ये दरिया का एक एक कोने उसको मालूम है। ഗലീല കടൽ എന്ന് പറയുന്നത് വലിയൊരു തടാകമാണ്. क्योंकि गलीला दरिया मतलब क्या है? बहुत बड़ा एक झील है। അതിനകത്തൊരു പടകിനെ നിയന്ത്രിക്കാൻ അവർക്ക് ഒരു പ്രയാസവുമില്ല. क्योंकि उस झील के अंदर इस नाव को काबू करने में उसको कोई तकलीफ नहीं അവരുടെ होता। മുൻകാല പരിചയം വെച്ചും और उनका पाले का जो परिचय के അവരുടെ अनुसार, അറിവ് വെച്ചും उनका अनुभव से, അവരുടെ കഴിവ് വെച്ചും उनका काबिलियत से അവർ തന്നെ പടകിനെ നിയന്ത്രിക്കാൻ वो ശ്രമിച്ചു. क्या है? उस नाव को काबू करने के लिए कोशिश किया। നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. क्योंकि उसको मालूम पड़ गया नहीं ആ होगा। പടകിൽ യേശു ഉണ്ടായിട്ടും യേശുവിനെ അവർ ഉണർത്തിയില്ല. क्योंकि उस नाव में यीशु मसीह था, फिर भी उसको जगाया नहीं था। ലോകമാകുന്ന സമുദ്രത്തിൽ और दरिया वाला ये जो संसार वाला दरिया में है, ഒഴുകി നടക്കുന്ന ഒരു പടകാണ് നിന്റെ ജീവിതം. क्योंकि और इधर उधर चलने वाला एक नाव है आपका जीवन। യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവവൈദ്യന്റെ ഉള്ളിൽ യേശു ഉണ്ട്. और यीशु मसीह को स्वीकार किया हुआ एक व्यक्ति के अंदर यीशु मसीह है। പക്ഷെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വന്നപ്പോൾ നീ യേശുവിനെ ഉണർത്തുന്ന കാര്യം മറന്നു. क्योंकि आपका जीवन में प्रतिकूल आया, तकलीफ आया, उस समय में यीशु मसीह को जगाने की बात आप भूल गया। യേശുവിൽ വിശ്വസിക്കുന്ന കാര്യം നീ മറന്നു. यीशु मसीह पर विश्वास करने वाली बातें आप भूल गया। യേശുവിനോട് ചോദിക്കുന്ന കാര്യം നീ മറന്നു. यीशु मसीह से जो पूछने की बात आप भूल गया। അയ്യോ, നിന്റെ കഴിവുകളിൽ നീ ശ്രദ്ധ क्योंकि आपका काबिलियत में आप ज्यादा भरोसा ലോക रखा। മനുഷ്യരിൽ അധികാരികളിലേക്ക് നിന്റെ ശ്രദ്ധ പോയി. क्योंकि संसार के लोगों के ऊपर आपका भरोसा गया। വിദഗ്ധരായ മനുഷ്യരിലേക്ക് നീ ആശ്രയം വെച്ചു. बड़े लोगों के ऊपर आपका आश्रय गया। നിന്റെ ബുദ്ധിയിലും നിന്റെ കഴിവിലും നീ ആശ്രയിച്ചു. आपका बुद्धि में आप निर्भर रखा। നിന്റെ മുൻകാല പരിചയം കൊണ്ട് നേടാമെന്ന് നീ കരുതി. आपका पहले का जो अनुभव से मैं काबू करेगा करके सोचा। അയ്യോ, നടക്കില്ല. और वो कभी नहीं होगा। പടക് മുങ്ങാൻ പോവുകയാണ്. यहाँ पर जहाज टूट रहा है। എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. और कितना भी कोशिश कर रहे हो नहीं पा रहे। എന്റെ ജീവിതം ഈ ലോകത്തിൽ അടങ്ങുവാൻ ഒടുങ്ങുവാൻ പോവുകയാണ്. और ये संसार में जीवन खत्म होने वाला है। ഒടുവിലാണ് അവർ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്. आखिरी में यीशु मसीह के पास चले लोग आए। അതും ഒരു ചോദ്യത്തോടെ, एक सवाल से, നാഥ, हे प्रभु, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ये നിനക്ക് स्वामी हम വിചാരമില്ലയോ? नाश होने से आपका कोई विचार नहीं है क्या? അയ്യോ, നിന്റെ വിശ്വാസത്തിന്റെ കുറവ് യേശുവിന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. क्योंकि आपका विश्वास का कमी यीशु मसीह के ऊपर डालना नहीं। യേശുവിന്റെ ഒരു മറുപടി ഉണ്ട്. यीशु का एक जवाब है। പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും കൂടെ നടന്ന അത്ഭുതം കണ്ട ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? और पत्रोस, याकूब, यूहन्ना उसका चमत्कार देखा हुआ और चेलों से यीशु मसीह पूछ रहा है, तुम्हारा विश्वास कहाँ है? നിങ്ങളുടെ വിശ്വാസം എവിടെ? आपका विश्वास कहाँ है? നിങ്ങളുടെ വിശ്വാസം എവിടെ? आपका विश्वास कहाँ है? ഇന്ന് രാത്രി നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ? आज रात्रि परमेश्वर आपसे पूछ रहा, आपका विश्वास कहाँ है? നിങ്ങളുടെ വിശ്വാസം എവിടെ? आपका विश्वास कहाँ ആ है? ചോദ്യം ചോദിച്ച അതേ ശിഷ്യന്മാരെ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട
സ്ത്രീയോട് പറയുകയാണ്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. चेलों को पूछ रहा है तुम्हारा विश्वास कहाँ है? मगर गरीब स्त्री से प्रभु यीशु मसीह कह रहा है तुम्हारा विश्वास बड़ा നിന്റെ है. പദവിയോ നിന്റെ വിദ്യാഭ്യാസമോ और आपका पढ़ाई, आपका शिक्षण, നിന്റെ സമ്പത്തോ നിന്റെ കുടുംബ പശ്ചാത്തലമോ आपका धन दौलत और पारिवारिक परंपरा ദൈവം നോക്കുന്നില്ല. परमेश्वर नहीं देखते हैं. ഒറ്റ കാര്യം, केवल एक ही बात നിന്റെ है, വിശ്വാസത്തിന്റെ അളവ്, आपका विश्वास का माप, നിന്റെ വിശ്വാസത്തിന്റെ അളവ് आपका विश्वास का माप ഇന്ന് രാത്രി നിന്റെ വിടുതലിന് കാരണമായി തീരും. आपका जीवन का छुटकारे का कारण അത് बने. വർദ്ധിപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അത് വർദ്ധിപ്പിക്കാൻ വിശ്വാസം क्योंकि वो വർദ്ധിപ്പിക്കാൻ विश्वास हमें നിനക്ക് बढ़ा കഴിയുമോ? सकता है क्या? എങ്ങനെ विश्वास बढ़ा सकता है. കർത്താവ് അടുത്തു വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. प्रभु नजदीक में आकर बोलने से भी विश्वास नहीं करने യേശു वाले അടുത്തോട്ട് होते हैं. വന്ന് പറയുക, ഞാൻ എല്ലാം ശരിയാക്കി തരാം, പക്ഷെ വിശ്വസിക്കുകയില്ല. क्योंकि प्रभु यीशु आकर बोलता है तुम विश्वास करना, मैं सब कर लूंगा. അത് യേശുവിന്റെ കൂടെ നടക്കുന്നവരാ, प्रभु यीशु मसीह के साथ चलने वाला ഹൃദയം തുറന്ന് യേശുവിനെ സ്നേഹിക്കുന്നവരാ, और दिल से परमेश्वर को प्यार करने वाला. യേശുവും സ്നേഹിക്കുന്നവരാ. प्रभु यीशु मसीह भी प्यार करता है. യേശുവുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമാണ്, प्रभु यीशु मसीह के साथ मेरा अच्छा रिश्ता है, പക്ഷെ ചൊവ്വേ നേരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. मगर सीधा विश्वास कर नहीं पाते. തെളിവ് ഞാൻ പറഞ്ഞു തരാം. मैं उदाहरण में बताना चाहता हूं. ബഥാന്യയിൽ ഒരു വീടുണ്ടായിരുന്നു. बथानिया में एक घर था. അവിടെ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു, वहां पर दो बहन लोग थे, മാർത്തയും മറിയയും. मार्था और मरिया. അവർക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, उनका एक भाई था, ലാസർ. उसका नाम लाजर है. യേശു ആ വീട്ടിലെ ഏറ്റവും അടുത്തയാളാ. प्रभु यीशु मसीह उस घर का एकदम नजदीक का व्यक्ति है. ബഥാന്യ ഗ്രാമത്തിൽ വന്നാൽ യേശു ആ വീട്ടിൽ പോയിരിക്കും. क्योंकि बेदानिया गांव में आ गया तो उस घर में जाएगा. അത്ര ഇഷ്ടമുള്ള വീടാ. इतना पसंद करने वाला घर है, അവരുമായിട്ട് ഭയങ്കര അടുപ്പമാ. क्योंकि उनके साथ इतना रिश्ता है. പക്ഷേ ലാസറിന് സുഖമില്ലെന്ന് പറഞ്ഞയച്ചിട്ട് യേശു ആ സമയത്ത് വന്നു. क्योंकि लाजर बीमार है करके बोला, उस समय यीशु तो नहीं आया. ലാസർ മരിച്ചു കഴിഞ്ഞാ വന്നത്. और लाजर मरने के बाद यीशु അതിന് आया. കർത്താവിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. और उसका परमेश्वर को कुछ उद्देश्य था. അതിന്റെ പുറകെ നിങ്ങൾക്ക് മനസ്സിലാകും. और बाद में आपको समझ में आएगा. 4 ദിവസമായിട്ടാ യേശു വന്നത്. क्योंकि 4 दिवस के बाद यीशु वहां पर उस घर में आया. നിങ്ങളൊക്കെയാണ് യേശു വരുമ്പോ പിന്നെ മിണ്ടുവോ? और आप लोग यीशु मसीह 4 दिन के बाद आते हैं तो बातचीत करेगा, बात करेगा क्या? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയതായ ഒരു സന്ദർഭത്തിൽ പാസ്റ്ററെ വിളിച്ചറിയിച്ചു, പാസ്റ്റർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പാസ്റ്ററെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? क्योंकि आपका जीवन का बहुत है और मुख्य दिवस है, उस दिवस में बुलाया पास्टर को, पास्टर नहीं आया तो कैसा होगा? आप നിങ്ങളുടെ മുഖമൊക്കെ ഞാൻ പറയാം ഇങ്ങനെ, आपका चेहरा तो ऐसा हो जाता है. ശരിയല്ലേ? പാസ്റ്റർ ഇഷ്ടമാണേലും പാസ്റ്റർ വരാതിരുന്നതിൻ്റെ ഒരു വേദനയും ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ മുഖഭാവം കൊണ്ട് തന്നെ നിങ്ങൾ പ്രകടമാക്കും. और ചെയ്യത്തില്ലേ? पास्टर से तो बहुत पसंद है, मगर नहीं आया इसी कारण से आपका चेहरा से वो दिखाएगा. പക്ഷേ യേശു 4 ദിവസം കഴിഞ്ഞാ വന്ന, मगर മരിച്ചിട്ട് प्रभु 4 यीशु ദിവസം കഴിഞ്ഞ്. मसीह लाजर मरने का 4 दिवस के बाद आया. സഹോദരിമാരിൽ ഒരുത്തി ഗ്രാമത്തിന്റെ വാതുക്കൽ വരെ ചെന്നു. क्योंकि बहन लोग जो गांव का नजदीक तक आ गया. ഗുരു അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. वो इसी प्रकार कहा, ये स्वामी प्रभु यीशु आप यहाँ पर होते तो हमारा भाई मरता नहीं था. യേശുവിന്റെ മറുപടി, അവൻ ഉയർത്തെഴുന്നേൽക്കും. क्योंकि प्रभु यीशु मसीह का जवाब, वो जिंदा हो जाएगा. ഉടനെ അവളുടെ മറുപടി, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ. तभी उसका जवाब क्या था? അപ്പോൾ आखिरी दिवस में पुनरुद्धान का दिन वो जिंदा हो जाएगा. അവളുടെ വിശ്വാസം എങ്ങനെയാണെന്നറിയാമോ? उसका विश्वास किस प्रकार है? രോഗിയായി കിടന്നപ്പോ വന്നെങ്കിൽ സൗഖ്യം കിട്ടിയേനെ. क्योंकि ये बीमार होकर भाई पड़ा था, तभी यीशु मसीह आ जाते तो वो जिंदा हो जाता, अच्छा हो जाता था. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. क्योंकि मैं पुनरुद्धान में विश्वास करती हूँ, इसलिए मेरे भाई पुनरुद्धान में जरूर जिंदा हो जाएगा. നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത്. പണ്ട് യേശുവിന് ഭയങ്കര ശക്തിയായിരുന്നു, അന്നായിരുന്നെങ്കിൽ നടന്നേനെ. ഇനി ഭാവിയിൽ യേശു അത് ചെയ്തു തരും. और ऐसा है, पहले तो ऐसा हो जाता था, अभी आगे तो नहीं होगा, नहीं तो फिर आखिरी जो पुनरुद्धान में हो जाएगा. ഭൂതകാലത്തിലും ഭാവി കാലത്തിലും കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയും. വർത്തമാനകാലത്തിൽ ഇന്ന്
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിന്നുകൊണ്ട് ഇന്ന് കർത്താവിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നോ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? क्योंकि भूतकाल में प्रभु यीशु मसीह काम किया है और भविष्य में भी परमेश्वर करेगा। आज वर्तमान काल में विश्वास करने के लिए तैयार नहीं है। आज वर्तमान काल में आज परमेश्वर मेरे लिए कार्य करेगा करके आपको विश्वास कर सकता है क्या? ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया। യേശു പണ്ട് ചെയ്തതല്ല, प्रभु यीशु पहले कार्य किया है नहीं, യേശു ഭാവിയിൽ ചെയ്യുമെന്നല്ല, यीशु भविष्य काल में करेगा नहीं। യേശു ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. प्रभु यीशु आज भी आपके लिए कार्य करेगा। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। യേശുവിന്റെ മറുപടി, प्रभु यीशु मसीह का जवाब, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. प्रभु यीशु मसीह का जवाब ये था, तो विश्वास करने से परमेश्वर की महिमा को നീ देखेगा। പണ്ടത്തെ കാര്യം പറഞ്ഞിരിക്കേണ്ട, ഭാവിയുടെ കാര്യം പറയുകയും വേണ്ട. വിശ്വസിച്ചാൽ നീ ഇന്ന് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ प्रभु പോകുന്നു. यीशु मसीह का जवाब, तुम भूतकाल की बात नहीं बोलना, भविष्यकाल में क्या हो जाएगा वो भी नहीं बोलना। आज तुम विश्वास करने से परमेश्वर की महिमा को देखेगा। വിശ്വസിച്ചാൽ ഇന്ന് हालेलुया। രാത്രി നിന്റെ വിടുതലാണ്. आप विश्वास करने से आज रात्रि आपका आमीन। छुटकारा। आमीन ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? आज रात्रि विश्वास कर सकता है, പറ്റുമോ? कर सकता है। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। യേശുവും അവളും കൂടെ വീട്ടിലോട്ട് വന്നപ്പോൾ അടുത്ത സഹോദരി ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു. क्योंकि प्रभु यीशु और ये मार्था दोनों साथ में आ रहा था, तभी दूसरा बहन मरियम उस सेम सवाल वही सवाल पूछ रहा है। അപ്പോഴും യേശുവിന്റെ മറുപടി ഇതാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ तभी भी മഹത്വം यीशु मसीह का जवाब ये था, तुम विश्वास करने से परमेश्वर की महिमा को देखेगा। ആമേൻ आमेन ആമേൻ. आमेन। അവർ രണ്ടും ഭയങ്കരമായിട്ട് വിശ്വസിച്ചല്ലേ? वो दोनों നമ്മുടെ बहुत കൂട്ടല്ലേ? विश्वास किया है ना, നമ്മുടെ കൂട്ടല്ലേ? നമ്മുടെയൊക്കെ ജ്യേഷ്ഠത്തിമാരാ അവര്. और वो हमारा बहन लोग है। ശരി, കല്ലറയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. हैं? ലാസറിന്റെ കല്ലറയിലേക്ക് പോകാമെന്ന് अभी പറഞ്ഞു. बोला है लाजर का एक काम करेंगे, लाजर का कब्र पर जाएंगे। അവർ കല്ലറയിൽ വന്നു. वो कब्र पर भी गया। അപ്പൊ അന്നത്തെ അവിടെയുള്ള കല്ലറകൾ എന്ന് പറയുന്നത് വലിയ വീലൊക്കെ പോലെ, ട്രക്കിന്റെ ടയർ പോലെയൊക്കെയുള്ള കല്ല് ഉരുട്ടി കൊത്തിയെടുത്ത് അത് ഒരു ഗ്രൂ കൊണ്ട് പാത്തി അതിൽ കൂടെ കൊണ്ടുവന്ന് അടച്ചു വെക്കുക, വീണ്ടും തുറന്നു മാറ്റുക എന്നാണ് ഒരു കല്ലറയിൽ ഒന്നിലധികം മൃതശരീരം സംസ്കരിക്കാറുണ്ട്. क्योंकि एक कब्र पर कई कई जो और डेड बॉडी है, शव है, और अंतिम विधि करता है, इसका मतलब रख देता है। इसलिए क्या करता है, एक जो और ढक्कन है उसके सामने रख देते हैं, वो हटा देता है, फिर उसके अंदर दूसरा डेड बॉडी रखता है। उसी प्रकार था पहले जमाने में। കല്ലറയുടെ വാതുക്കൽ വന്നു. और उस कब्र का सामने आया, യേശു പറഞ്ഞു, കല്ല് ഉരുട്ടി മാറ്റുക. प्रभु यीशु मसीह ने कहा, पत्थर को हटाओ। അയ്യോ, യേശു പറഞ്ഞതാ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. प्रभु यीशु ने कहा था, तुम विश्वास करने से परमेश्वर की महिमा देखेगा। പക്ഷെ നമ്മുടെ സഹോദരിയുടെ മറുപടി, बल्कि हमारे बहन का जवाब क्या था, അയ്യോ ഗുരു, മരിച്ചിട്ട് 4 നാളായി, हे प्रभु मारकर अभी 4 दिवस हो गया, നാറ്റം വച്ചിരിക്കുന്നു, बदबू आने लगा പുഴുവരിച്ചു കാണും, और कीड़ा पड़ा होगा, കല്ല് മാറ്റിയാൽ ദുർഗന്ധം പുറത്തു വരും, और पत्थर हटाने से दुर्गंध आ जाएगा, ആർക്കും ഇവിടെ നിൽക്കാൻ കഴിയയില്ല, और कोई भी इधर खड़े नहीं होता। ജീർണിച്ച ശവശരീരം കാണാൻ കല്ല് മാറ്റണമോ? और सड़ा हुआ जो शरीर वहां पर दिखेगा पत्थर हटाने से। കാലം കഴിഞ്ഞു, ഇനി രക്ഷപ്പെടത്തില്ല. अभी समय बीत गया, अभी कुछ बचाव नहीं है, മറുപടി, മരിച്ചുപോയി, ഇനി രക്ഷപ്പെടത്തില്ല. और अभी मर गया, कोई उद्धार नहीं है, चंगाई नहीं है, ഉത്തരം കിട്ടേണ്ട വാതിൽ അടഞ്ഞുപോയി, ഇനി മറുപടി കിട്ടത്തില്ല. और उत्तर मिलने वाला द्वार बंद हो गया, अभी जवाब नहीं है, നിയമപരമായി മറുപടി കിട്ടേണ്ട കാലം കഴിഞ്ഞു, ഇനി മറുപടി കിട്ടത്തില്ല. अभी जवाब मिलने का समय तो बीत गया, अभी तो कोई जवाब नहीं मिलेगा, അധികാരികൾ ക്ലോസ് ചെയ്തു, ഇനി ഫയൽ ഓപ്പൺ ചെയ്യില്ല. और अधिकारी लोग सब बंद कर दिया, अभी मेरा फाइल तो ओपन नहीं होगा, അധികാരികൾ ചുവപ്പ് നാടയിൽ കെട്ടി മാറ്റി വെച്ചു, ഇനി അത് തുറക്കപ്പെടുകയില്ല. अधिकारी लोग
और लाल वाला पट्टी मारकर और साइड में डाल दिया, अभी कुछ खोलेगा ഇനി नहीं ഒരിക്കൽ പോലും അതിന് മറുപടിയില്ല. और उसके लिए आगे कोई जवाब नहीं അയ്യോ, है। മരിച്ചത് മാത്രമല്ല, നാറ്റം വെച്ചു. केवल मरा नहीं है, वो बदबू भी आने लगा। ഇനി അത് തുറക്കേണ്ട ആവശ്യമുണ്ട്. अभी उसको खोलने का ഇനി नहीं, തുറന്നാൽ വരുന്നത് ദുർഗന്ധമാണ്. और अभी खोलने से दुर्गंध आ जाएगा। അയ്യോ, കാണാൻ പോകുന്നത് ജീർണിച്ച ശരീരമാണ്. वो हम देखने वाला जो सड़ा हुआ शरीर है, ജീർണത ബാധിച്ചത് കാണാനും ദുർഗന്ധം ആസ്വദിക്കാനും ഇനി ഇത് തുറക്കണമോ? और काय के लिए खोलना है? जो बदबू वाला जो शरीर और सड़ा हुआ शरीर क्या देखना है? പല വിഷയങ്ങൾ ഇതുപോലെ നിങ്ങൾ എഴുതി തള്ളിയിട്ടില്ലേ? कई सारे विषय में भी इसी प्रकार आपने छोड़ दिया। അയ്യോ, കാലം കഴിഞ്ഞത് കൊണ്ട് ഇനി മറുപടിയില്ലെന്ന് और ये വിചാരിച്ചില്ലേ? समय तो बीत गया, अभी कोई जवाब नहीं है। എന്റെ രോഗത്തിന് ഇത്രയും മൂർധന്യമായ ഒരവസ്ഥയിൽ ഞാൻ എത്തി, ഇനി വിടുതലില്ലെന്ന് വിചാരിച്ചില്ലേ? ओ मेरे बीमारी में कोई छुटकारा नहीं होगा। എന്റെ തലമുറ തെറ്റിന്റെ വഴിയിലൂടെ തെറ്റിലേക്ക് പോയി ഒരു പരിധിക്കപ്പുറമായി ഇനി രക്ഷപ്പെടില്ലെന്ന് നീ വിചാരിച്ചില്ലേ? मेरा पीढ़ी ओ अलग रास्ते में चले गया, अभी सही नहीं होगा। നിനക്ക് കിട്ടേണ്ട ഭൗതിക നന്മയുടെ വാതിൽ അടഞ്ഞു, ഇനി ഒരിക്കലും അത് കിട്ടില്ലെന്ന് നീ കരുതിയില്ലേ? और आपको मिलने वाला भौतिक जो आर्थिक जो मदद है अभी नहीं मिलेगा। കയ്യിലുള്ള തീർന്നു, ഇനി ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടില്ലെന്ന് നീ വിചാരിച്ചില്ലേ? मेरे हाथ में जो पानी था वो खत्म होगी, अभी पानी नहीं मिलेगा। ഇസ്മായേലിന് ഒരു തുരുത്തി വെള്ളവുമായി അപ്പൻ വീട്ടിൽ നിന്ന് പുറത്തയച്ചു. और इस्माइल का और लिए थोड़ा सा पानी देकर पिताजी ने उसको घर से बाहर അയ്യോ, निकाल दिया। അപ്പൻ തന്നതുപോലും തീർന്നില്ലേ, ഇനി ഇല്ല എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യം. और पिताजी ने जो दिया वो भी खत्म हो गया, अभी कोई मिलने का चांस नहीं है। എല്ലാ വഴികളും അടയുമ്പോഴാ ദൈവത്തിന്റെ വഴി തുറക്കുന്നത്. क्योंकि हर मार्ग आपके लिए बंद हो जाएगा, तभी परमेश्वर का मार्ग आपके लिए खोलेगा। അപ്പൻ തന്ന തുരുത്തിയിലെ വെള്ളം തീരുമ്പോഴാണ് അപ്പുറത്ത് ഉറവ തുറക്കുന്നത്. और आपने दिया हुआ पानी जो पूरा खत्म होने का समय में स्वर्गीय परमेश्वर आपके लिए दूसरा जो जरिया खोलेगा। ദൈവം തുറന്ന ഉറവ നിനക്ക് വേണ്ടി മാത്രമല്ല, क्योंकि परमेश्वर ने खोला हुआ स्वतः केवल आपके നിന്റെ लिए नहीं, ആയുസ്സിൽ ഉപയോഗിക്കാം. और तुम्हारे आयु में उपयोग करने के लिए। തലമുറകൾ മാറിയാലും, वो पीढ़ी जो आगे, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും और कई सैकड़ों साल बीत ആ जाए, ഉറവ വറ്റുകയില്ല. वो स्वतः कभी बंद नहीं होगा। അറേബ്യൻ മരുഭൂമിയിൽ ഇന്നും ആ ഉറവയുണ്ട്. क्योंकि उस दरिया जो उसी जो मरुभू स्थल में अभी भी है സംസം स्वतः, എന്നാണ് അതിന്റെ പേര്. സംസം എന്നാണ് അതിന്റെ പേര്. उसका नाम समसम है। 10,000 മനുഷ്യർ അതിലെ വെള്ളം ഇന്നും ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. क्योंकि सैकड़ों लोग वहां का पानी लेकर जा रहा है। കാലം എത്ര കഴിഞ്ഞാലും വറ്റിപ്പോകാത്ത ഒരു ഉറവ ദൈവം ഒരു പൈതലിന് വേണ്ടി, ഒരു കുട്ടിക്ക് വേണ്ടി തുറന്നു കൊടുത്തെങ്കിൽ, ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചില നന്മയുടെ ഉറവകളെ തുറക്കുവാൻ പോകുകയാണ്. അത് നിനക്ക് മാത്രമല്ല, बहुत सालों पहले परमेश्वर ने खोला हुआ स्वतः अभी भी चालू है। प्रभु खोला है तो कोई बंद कर नहीं सकता, उस चालू रहेगा। आपका पीढ़ी के लिए, उसका पीढ़ी के लिए हाल ये चालू रहेगा, कोई बंद कर नहीं അത് നിന്റെ सकता। തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. वो उसका पीढ़ी के लिए था, അത് ചുറ്റുമുള്ള ജനത്തിന് വേണ്ടിയുള്ളതാണ്. अगल बगल में रहने वाले लोगों के लिए था, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. पूरा संसार का लोग आकर उसको अनुभव करने के लिए। വിശ്വസിക്കുന്ന നീ മൂലം തുറക്കപ്പെടുന്ന ഉറവ മുഴുവൻ ലോകത്തിനും ഒരു അനുഗ്രഹമായി മാറും. क्योंकि विश्वास करने वाला हाल ही आपके लिए खोलने वाला जो द्वार है सबके लिए आशीष का कारण बनेगा। हालेलुया, ഹല്ലേലൂയ, हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। ആ നിലയിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? क्योंकि कितना लोग सचमुच में विश्वास करते हैं उसी प्रकार का स्वतः प्रभु मेरे लिए खोलेगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ലാസറിന്റെ സഹോദരിമാര് നിൽക്കുക, ജനം നിൽക്കുക. യേശു പറഞ്ഞ് കല്ലുരുട്ടി മാറ്റ്. लाजर का बहन लोग खड़े हैं और आजू बाजू वाला सब जो जितने सारे लोग आए वो खड़े हैं। यीशु मसीह बोल रहे पत्थर को हटाओ। സഹോദരി പറഞ്ഞു, നാറ്റം വെച്ചു. बहन बोलती है और बदबू आ रहा है। യേശുവിന്റെ ഒരു ചോദ്യം ഉണ്ടെന്ന്. प्रभु यीशु मसीह का एक सवाल है। ആ ചോദ്യം എന്താണെന്ന് അറിയാമോ? यीशु मसीह का सवाल क्या है? ആ ചോദ്യം ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ദൈവം ചോദിക്കുക. और यहाँ पर बैठे हुए आपसे परमेश्वर की आत्मा पूछ रहा हूँ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട്
പറഞ്ഞില്ലയോ? विश्वास करने से परमेश्वर की महिमा तुम देखेगा करके मैंने तुमको बोला नहीं है क्या? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടും और विश्वास करने से मेरी महिमा देखेगा करके मैंने बोला, फिर भी പിന്നെയും നീ ദുർഗന്ധമാണോ പ്രതീക്ഷിക്കുന്നത്? फिर भी तुम दुर्गंध आते करके क्यों അതോ बोलते हैं? ജീവനുള്ള ലാസറിനെയാണോ? और जिंदा लाजर को देखना चाहते हैं? നിന്റെ ദുർഗന്ധം മാറ്റിയിട്ട് ജീവനുള്ളതിനെ ദൈവം മടക്കി തരുവാൻ പോകുകയാണ്. क्योंकि तुम्हारा दुर्गंध को दूर कर कर आपके अंदर जान जीवन देने के लिए परमेश्वर सामर्थ्य है। ജീർണിച്ചതിനെ മാറ്റിയിട്ട് ജീവനുള്ളതിനെ ദൈവം തരുവാൻ പോകുകയാണ്. सड़ा हुआ को हटाकर अच्छा वाला देने के लिए परमेश्वर सामर्थ्य है। നിന്റെ സങ്കടത്തെ മാറ്റിയിട്ട് സന്തോഷം ദൈവം തരുവാൻ പോകുകയാണ്. आपको दुख को हटाकर आपके लिए आनंद देने वाला നിന്റെ परमेश्वर ജീവിതത്തിലെ ഇരുട്ട് सामर्थ्य है। മാറ്റിയിട്ട് വെളിച്ചം ദൈവം തരുവാൻ आपके പോകുകയാണ്. जीवन के अंधियारे को दूर कर कर आलिया उजाला देने वाला നിന്റെ प्रभु है। ഒറ്റപ്പെടൽ മാറ്റിയിട്ട് ജനത്തിന്റെ മുൻപിൽ ദൈവം നിന്നെ ആദരിക്കുവാൻ പോകുകയാണ്. क्योंकि आपका जीवन का संकट को दूर कर कर लोक मध्य में परमेश्वर आपको आदर करेगा। വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം എന്റെ ദൈവം ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. विश्वास करने वाला आपके लिए परमेश्वर की महिमा वो प्रकट करेगा। എത്ര പേര് കർത്താവിൽ വിശ്വസിക്കും? कितना लोग प्रभु में विश्वास करेगा? പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കാൻ കഴിയും? संपूर्ण रीति से कितना लोग विश्वास करेगा? ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അവിടെ ഒരു കാര്യമുണ്ട്. वहां पर एक बात है, ലാസറിന്റെ മൃതശരീരം വന്നു. और लाजर का जो शरीर निर्जीव शरीर है, ലാസറിനെ വെച്ച കല്ലറ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. और लाजर को जहाँ रखा मैं जाकर देख के आया। ബഥാനിയയിലെ കല്ലറ, बेथानिया का जो कब्र में देख के आया, അതിനകത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. क्योंकि उसके अंदर घुस कर देखा, ചെറിയ വഴിയും വാതിലുമേ ഉള്ളൂ. और छोटा सा सकड़ा द्वार है, അതിൽ കൂടെ ഇറങ്ങി ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ കൂടെ താഴോട്ട് 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 ഇറങ്ങി ചെന്നിട്ട് പിന്നീട് ഒരു 1.5-2 അടി വീതി നീളമുള്ളതായ ഒരു തുരങ്കത്തിനകത്തൂടെ ഇതിൻ്റെ താഴത്തെ തട്ടിലെത്തണം. അവിടെ കുറച്ച് വിശാലമാണ്. और वहाँ पर एक सकड़ा रास्ते से जो स्टेप है वहाँ पर दिया गया सीढ़ी, वो सीधा घूम फिर कर जो उतर कर अंदर जाने से जहाँ उसको रखा हुआ कब्र दिखाई देता है। അവിടെയാണ് ലാസറിന്റെ ശരീരം വെച്ചിരുന്നത്. वहाँ पर लाजर का कब्र था। കല്ല് വെച്ചവനോട് പറഞ്ഞു കല്ല് മാറ്റാൻ. जिसने पत्थर रखा उसको बोले पत्थर उठाओ, കല്ല് മാറ്റി. पार का पत्थर तो हटा दिया। ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി ചില കല്ലുകൾ നീ വെച്ചതുണ്ടെങ്കിൽ അത് മാറ്റണം. നിന്റെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയണം. क्योंकि परमेश्वर का कार्य आपके जीवन में प्रकट होने के लिए रुकावट वाला पत्थर आपने रखा, तो उस पत्थर आपका जीवन का कमी है, उस कमी को आज आप दूर करना पड़ेगा। അപ്പൊ യേശു പറയും ലാസറേ പുറത്തു വരിക. जब वो पत्थर को हटाएगा, आपका कमी को दूर करेगा, तभी यीशु मसीह कहे लाजर बाहर आ जाओ। നിന്റെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ പൂർണ്ണമായി വരുത്തി കല്ലുകളെ നീക്കിയാൽ യേശു നിന്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില നന്മകളെ, നിർജീവമായ ചില നന്മകളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. उसी प्रकार का कमियों को आप दूर करते हैं तो आपके जीवन में निर्जीव अवस्था आपके जीवन में है, उसमें परमेश्वर जीवन लाएगा। Praise the Lord. हालेलुया। ഞാൻ ആ കല്ലറയിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? मैं उस कब्र पर जाने वाले रास्ते के बारे में किस लिए कहा? യഹൂദ പാരമ്പര്യം അനുസരിച്ച് സുഗന്ധവർഗ്ഗങ്ങളിട്ട് പൊതിഞ്ഞു കെട്ടി ചുറ്റി കെട്ടി മുറുക്കിയതായ ആ മൃതശരീരം ഈ പറയുന്ന കൊച്ചു വഴികളിൽ കൂടെ നേരെ ഇനി കേറി വരിക. ആരും എടുത്തോണ്ട് വന്നില്ല. और यहूदा परंपरा के अनुसार जो सुगंध द्रव्य सब है और मलाकर बांध के रखने वाला जो डेड बॉडी है, उसके अंदर से जो रखने वाला जो और डेड बॉडी है, और यहाँ पर हम देखते हैं अपने आप जो बाहर आने के लिए कहा, अपने आप बाहर और चल कर आ Praise रहा the Lord. है। हालेलुया। ആ ശരീരം പുറത്തു വന്നു. शरीर बाहर आया, അപ്പൊ അടുത്ത മറുപടി യേശുവിന്റെ. और प्रभु यीशु मसीह का अगला जो जवाब, അവന്റെ ശരീരത്തിലെ കെട്ടുകൾ അഴിച്ചു उसका മാറ്റി. बंधन को खोले।
നീ കെട്ടിയ കെട്ട് നീ അഴിച്ചു മാറ്റണം. आपने आपके जीवन में कई सारे बंधन बांधा है, खोलना. നീ വെച്ച കല്ല് നീ ഉരുട്ടി മാറ്റണം. आपने रखा हुआ पत्थर को आप हटाना. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി, ജീവൻ വെളിപ്പെടുന്നതിന് തടസ്സമായി നീ വെച്ചിട്ടുള്ളതായ കല്ല് മാറ്റുകയും നീ കെട്ടിയതായ കെട്ടുകൾ അഴിച്ചു മാറ്റുകയും ചെയ്യണം. परमेश्वर का कार्य आपके जीवन में प्रकट होना है तो आपने रखा हुआ पत्थर को आपको हटाना पड़ता है. आपने बांधा हुआ बंधन को आपको खोलना पड़ता है. ഹല്ലേലൂയ. हालेलुया. അവർ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ वो लोग ये काम किया, ലാസർ ജീവനുള്ളവനായി എഴുന്നേറ്റു. लाजर जिंदा होकर बाहर आ അവിടെ गया. നാറ്റമല്ല വന്നത്, वहां पर बदबू नहीं आया ജീവന്റെ സൗരഭ്യം വെളിപ്പെട്ടു. और जीवन का सुगंध वहां पर ദൈവകൃപയുടെ സൗരഭ്യം വെളിപ്പെട്ടു. परमेश्वर का अनुग्रह का जो ദൈവമഹത്വത്തിന്റെ सुगंध, സൗരഭ്യം വെളിപ്പെട്ടു. परमेश्वर की महिमा का सुगंध. നീ സമൂഹത്തിൽ അപമാന ഭാരത്തോടെ കഴിയുമ്പോൾ और तुम समाज में अपमान नहीं है, आशीष ദൈവകൃപയുടെ होगा. സൗരഭ്യം നിന്റെ മേൽ പകരുവാൻ परमेश्वर का सुगंध आपके जीवन में उतारने के എന്റെ लिए ദൈവം ആഗ്രഹിക്കുകയാണ്. परमेश्वर इच्छा रखता है. എത്ര പേരത് പൂർണ്ണമായി വിശ്വസിക്കുന്നു? कितने लोग पूरी तौर से विश्वास करेगा, സമർപ്പിക്കുക. समर्पण करे, പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കുക. संपूर्ण विश्वास के साथ समर्पण. ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണം വരുത്തുക. जीवन में जो भी कमियां हमें वो उठाए 21 ദിവസത്തെ യോഗം കഴിയുമ്പോൾ और 21 दिन का उपवास पूरा होने നീ से അർഹിക്കാത്ത, आप कभी नहीं നീ सोचा, പ്രതീക്ഷിക്കാത്ത, आप कभी प्रतीक्षा नहीं किया, സ്വാഭാവിക ബുദ്ധിക്ക് അപ്പുറമായ, आपका स्वाभाविक बुद्धि से बाहर, മനുഷ്യ ചിന്തയ്ക്ക് അപ്പുറമായ मनुष्य विचार के बाहर ചില അത്ഭുതങ്ങൾ कुछ चमत्कार നിന്നിൽ ദൈവം ചെയ്യുവാൻ പോകുകയാണ്. परमेश्वर आप में करेगा. മാർത്തയുടെയും മറിയുടെയും സഹോദരനിലാണ് അത് ചെയ്തതെങ്കിൽ क्योंकि मार्थे और मरियम दोनों बहन लोग किया तो, നിന്റെ കുടുംബത്തിലെ ചില അംഗങ്ങളിൽ ദൈവം അത് ചെയ്യുവാൻ പോകുകയാണ്. क्योंकि उनके जीवन में परमेश्वर ने किया तो आपका घर पर करेगा. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. विश्वास करने वाला हाथ उठाकर परमेश्वर की വിശ്വാസത്തോടെ महिमा ദൈവത്തെ करे, സ്തുതിക്കാം. परमेश्वर की महिमा हालेलुया. करे. हालेलुया. കരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. हमारे होठों को खोल